മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. നമ്മൾ മുഹൂർത്തമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മുഹൂർത്തത്തിൽ എന്തിനും നോക്കേണ്ടത് നമ്മൾ എക്സാമ്പിൾ തന്നിട്ടുള്ളത് നിങ്ങളുടെ നോക്കിയിരിക്കുന്നു തോന്നുന്നു. മുഹൂർത്തങ്ങൾ കുറിക്കാനുള്ള എക്സാമ്പിൾസ് നമ്മൾ ഒരുപാട് നോക്കി. ഇനി സഞ്ചയനത്തിനെ കുറിച്ച് പറയണം. സഞ്ചയനവും യാത്രയും രണ്ടുമാണ് ഏറ്റവും അത്യാവശ്യം. സഞ്ചയനം നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് അങ്ങ് ചെയ്യുന്നതാണ് നല്ലതല്ല. നമ്മൾ മുഹൂർത്തം കുറിക്കാനൊന്നും പോകണ്ട. മുഹൂർത്തം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നടപ്പുള്ള ഇടപാടുമല്ല. നമ്മൾ പറഞ്ഞാൽ അത് നടക്കൂല. അതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സാമുദായിക സംഘടനകളുണ്ട്. അവർ വന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് ഞായറാഴ്ച, ചൊവ്വാഴ്ച, വ്യാഴാഴ്ച. തിങ്കൾ എടുക്കൂല, ചൊവ്വ എടുക്കും, ബുധൻ എടുക്കൂല, വ്യാഴം എടുക്കും, വെള്ളി എടുക്കും, ശനി എടുക്കൂല, ഞായർ എടുക്കും. ഞായറാഴ്ച കിട്ടുമെങ്കിൽ സാധാരണയായിട്ട് ഞായറാഴ്ചയാണ് വെക്കാറുള്ളത്. ആ സമയം 8:30-9. ഇതാണ് സ്ഥിരം പരിപാടി. വേറെ ഒന്നും അറിഞ്ഞുകൂടാ. ഇതില് ജ്യോതിഷമോ കാര്യമോ ഒന്നും അറിഞ്ഞുകൂടാത്ത, ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. NSS, SNDP ഇങ്ങനെയുള്ള സംഘടനകൾ കൈകാര്യം ചെയ്ത് അവരൊരു സമയം കുറിച്ച് കൊടുക്കും. അത് തന്നെ നമ്മൾ അതിനൊന്നും പറയാൻ പോകില്ല. അവർക്കിതിൻ്റെ ABCD അറിഞ്ഞുകൂടാ, ഒന്നും നോക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷെ മുഹൂർത്തം നോക്കാൻ പോയാൽ കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഹൂർത്തമാണ് പഠിക്കാൻ പോകുന്നത്. അതൊന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മുഹൂർത്തത്തിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക, അതെങ്ങനെയാണ് മുഹൂർത്തം കുറിക്കുന്നത്. പക്ഷേ അതിനകത്ത് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. നടക്കുന്ന ഇടപാടല്ല. ഈ മുഹൂർത്തം ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റൂല. എന്നാൽ മുഹൂർത്തത്തിൽ ഒരു ചില കാര്യങ്ങളൊക്കെ നോക്കാം, എല്ലാം നോക്കാൻ പറ്റൂല. സഞ്ചയനം നടത്തുന്നത്, അസ്ഥി സഞ്ചയനം എന്നാണ് ഇതിന് പറയുന്നത്. അസ്ഥി സഞ്ചയനം നടത്തുന്നത് കൃഷ്ണപക്ഷത്തിലെ കറുത്ത പക്ഷത്തിലെ പഞ്ചമി, സപ്തമി, നവമി, ഏകാദശി, ത്രയോദശി, കറുത്തവാവ്, ഈ 6 തിഥികളിൽ വേണം ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനം തിഥിയാണ്. ശുക്ലപക്ഷത്തിൽ പാടില്ല. അപ്പോൾ നോക്കിക്കൊള്ളണം. ശുക്ലപക്ഷം പാടില്ല എന്ന് പറയുമ്പോൾ ശുക്ലപക്ഷത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞു. ശുക്ലപക്ഷത്തിൽ നവമിക്കോ പഞ്ചമിക്കോ, ശുക്ലപക്ഷ പഞ്ചമിയോ നവമിയോ സപ്തമിക്കോ മരിച്ചു കഴിഞ്ഞാൽ കൃഷ്ണപക്ഷം വന്നാലേ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം നോക്കിയിരിക്കാൻ പറ്റും? ഇന്നത്തെ കാലഘട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ 7 കഴിയുന്നതിന് മുമ്പ് സഞ്ചയനം നടത്തണം. കാരണം മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ പലരും പല ദൂരത്തുള്ളവരായിരിക്കും. നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇത് ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ചതാണ്. എഴുതി വെച്ചതിൽ കാര്യമുണ്ട്. ഇത് കാര്യങ്ങളോടുകൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരുപാട് അർത്ഥവത്താണ്. പക്ഷെ ഇത് ഇന്ന് അനുസരിക്കാൻ നമുക്ക് പാട്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പറയുന്നതിൽ കാര്യമുണ്ട്. ശുക്ലപക്ഷത്തിൽ പാടില്ല. എപ്പോഴും മരണം നടന്നാലും സഞ്ചയനം ശുക്ലപക്ഷം പാടില്ല. കൃഷ്ണപക്ഷത്തിൽ പ്രഥമ, അതായത് ചതുർത്ഥി വരെ പാടില്ല. കൃഷ്ണപക്ഷത്തിൽ ചതുർത്ഥി വരെ പാടില്ല. അത് കഴിഞ്ഞ് വരണ ഒറ്റ തിഥി 5, 7, 9, 11, 13, 15 തിഥികൾ. ശുക്ലപക്ഷം പാടില്ല. കൃഷ്ണപക്ഷത്തിൽ ചതുർത്ഥി വരെ പാടില്ല. ശുക്ലപക്ഷവും കൃഷ്ണപക്ഷ ചതുർത്ഥി വരെയും പാടില്ല. പിന്നെ വരുന്ന തിഥികളിൽ ഒറ്റ തിഥികൾ എടുക്കണം. ഒറ്റ തിഥി എന്ന് വെച്ചാൽ പഞ്ചമി, സപ്തമി, നവമി, ഏകാദശി, ത്രയോദശി, കറുത്തവാവ്. അപ്പോൾ പഞ്ചമി, സപ്തമി, നവമി, ഏകാദശി, ത്രയോദശി, കറുത്തവാവ്. 6 തിഥി. ഒരു മാസത്തിൽ 6 ദിവസമേ കിട്ടുള്ളൂ. ഇത് തിഥി മാത്രമേ ആയുള്ളൂ. ഇനിയും കിടക്കുന്നു വേറെ കാര്യങ്ങൾ. ഇത് തിഥിക്കാണ് പ്രാധാന്യമുള്ളത്. നക്ഷത്രത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല.
നക്ഷത്രം ഏത് നക്ഷത്രവും എടുത്തുള്ളാൻ നിന്നു. ശുക്ലപക്ഷം പാടില്ല, കൃഷ്ണപക്ഷത്തില് ചതുർത്ഥി വരെ പാടില്ല. ബാക്കി വരുന്ന തിഥികളിൽ ഒറ്റ തിഥിയെ എടുക്കാവൂ, ഇരട്ട തിഥി എടുക്കരുത്. 6, 8, 10, 12, 14 തിഥികൾ എടുക്കരുത്. 5, 7, 9, 11, 13, 15 ഇത്രയും തിഥികളെ എടുക്കാവൂ. പിന്നെ ഇനി നക്ഷത്രങ്ങൾ പാടില്ലാത്ത നക്ഷത്രം കേട്ടോളൂ. 2 കൂറിലും പെട്ടുവരുന്ന നക്ഷത്രങ്ങൾ, 2 രാശിയിലും. മുറി നക്ഷത്രം എന്ന് പറയും നമ്മുടെ ഭാഷയിൽ, ഇവിടുത്തെ ഭാഷയിൽ മുറി നക്ഷത്രങ്ങൾ എടുക്കരുത്. ഇപ്പൊ കാർത്തികയുടെ ഒരു പാദം മേടത്തില്, 3 പാദം ഇടവത്തില്. അപ്പോൾ കാർത്തികയെ മുറി നക്ഷത്രം എന്ന് പറയും. മുറിഞ്ഞു വരുന്നു, 2 രാശിയിലായിട്ട് അപ്പുറവും ഇപ്പുറവും വരുന്നുണ്ട്. കാർത്തിക മേടത്തിലും വരും, ഇടവത്തിലും വരും. അപ്പോൾ കാർത്തിക എടുക്കരുത്. മകയിരം ഇടവത്തിലും വരും, മിഥുനത്തിലും വരും, എടുക്കരുത്. ഉണർദം മിഥുനത്തിലും വരും, കർക്കടകത്തിലും വരും, എടുക്കരുത്. പിന്നെ പൂയായില്യം, മകംപൂരം, ഉത്രം ചിങ്ങത്തിലും കന്നിയിലും വരും, എടുക്കരുത്. ചിത്തിര കന്നിയിലും തുലാത്തിലും വരും, എടുക്കരുത്. വിശാഖം തുലാത്തിലും വൃശ്ചികത്തിലും വരും, അതും എടുക്കരുത്. വിശാഖ, അനിഴം, കേട്ട, മൂലം, പൂരാടം. ഉത്രാടം ധനുവിലും മകരത്തിലും വരും, അതും എടുക്കരുത്. അവിട്ടം മകരത്തിലും കുംഭത്തിലും വരും, എടുക്കരുത്. പൂരട്ടാതി കുംഭത്തിലും മീനത്തിലും വരും, എടുക്കരുത്. ഇങ്ങനെ 9 നക്ഷത്രങ്ങൾ എടുക്കരുത്. മുറി നക്ഷത്രം ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. മുറി നക്ഷത്രം 2 രാശിയിൽ വേണ്ട നക്ഷത്രം അറിഞ്ഞിരിക്കണം. കാർത്തിക, മകയിരം, ഉണർദം, ഉത്രം, ചിത്ര, വിശാഖം, ഉത്രാടം, അവിട്ടം, പൂരട്ടാതി ഈ 9 നക്ഷത്രവും എടുക്കരുത്. മുറി നക്ഷത്രം അല്ലെങ്കിൽ 2 രാശികളിലുമായി അങ്ങനെ ഓർമ്മിച്ച് വച്ചിരുന്നാൽ മതി. കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യം മനസ്സിലാവും. നക്ഷത്രം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നക്ഷത്രം കാണാതെ പഠിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഒരുപാട് കാണാതെ പഠിക്കാൻ വരും. അതിന്റെ കണ്ടന്റ് എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ള ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. 2 രാശിയിലും ഉൾപ്പെട്ട് വരുന്ന നക്ഷത്രങ്ങൾ എടുക്കരുത്. സഞ്ചയനത്തിന് എടുക്കരുത്. മുറി നക്ഷത്രം എടുക്കാൻ പാടില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം, ശുക്ലപക്ഷം പാടില്ല, ഒരിക്കലും എടുക്കരുത്. ശുക്ലപക്ഷത്തിൽ സഞ്ചയനം നടത്തരുത്. കാരണം ശുക്ലപക്ഷം വന്നിട്ട് കൃഷ്ണപക്ഷമാണ് പിതൃപക്ഷം എന്ന് പറയുന്നത്. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള പക്ഷം കൃഷ്ണപക്ഷം. അതിലെ ചതുർത്ഥി വരെ എടുക്കരുത്. ചതുർത്ഥി കഴിഞ്ഞ് വരണം ഒറ്റ തിഥികൾ എടുക്കണം. പഞ്ചമി, സപ്തമി, നവമി, ഏകാദശി, ത്രയോദശി, കർത്തവാവ് മുറി നക്ഷത്രങ്ങൾ 2 രാശിയിൽ വേണ്ട നക്ഷത്രങ്ങൾ എടുക്കരുത്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പാടില്ല എന്നാണ്. നമ്മുടെ നാട്ടിലെടുക്കുന്നതൊക്കെ വെള്ളിയും ചൊവ്വയും. വെള്ളിയും ചൊവ്വയും 2 വാരവും പാടില്ല. ഈ 2 വാരവും എടുക്കരുത്. പിന്നെ പാടില്ലാത്തത്, പിണ്ഡം വയ്ക്കുന്ന ആൾ അല്ലെങ്കിൽ ബലിയിടുന്ന ആളിന്റെ ജന്മനക്ഷത്രം പാടില്ല. ബലി ഇടുന്ന ആളിന്റെ ജന്മനക്ഷത്രം പാടില്ല. മരിച്ച ആളിന്റെ ജന്മ അഷ്ടമരാശി, മരിച്ച ആളിന്റെ അഷ്ടമരാശി രാശിയിലും അഷ്ടമരാശി കൂറും, അഷ്ടമരാശിയും വരരുത്, അഷ്ടമരാശി കൂറും വരരുത്. ബലിയിടുന്ന ആളിന്റെ ജന്മനക്ഷത്രത്തില് സഞ്ചയനം നടത്തരുത്. മരിച്ച ആളിന്റെ അഷ്ടമരാശി കൂറിൽ വരണ നക്ഷത്രം എടുക്കരുത്. രാശിയിലും ബലിയിടരുത്. വിഷ്ടികരണം പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇത്രയും തന്നെ. ഇതിൽ ഏറ്റവും പ്രധാനം 1 തിഥി. ഇത് തിഥിക്ക് പ്രാധാന്യമുള്ളതാണ്. ശുക്ലപക്ഷത്തിൽ പാടില്ല, കൃഷ്ണപക്ഷത്തിൽ ചതുർത്ഥി വരെ പാടില്ല. അതിനുശേഷമുള്ള ഒറ്റ തിഥികളായ പഞ്ചമി, സപ്തമി, നവമി, ഏകാദശി, ത്രയോദശി, കർത്തവാവ് ഇത്രയും തിഥികൾ എടുക്കാം. മുറി നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ 2 രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളായ കാർത്തിക, മകയിരം, ഉണർദം, ഉത്രം, ചിത്ര,
വിശാഖം, ഉത്രാടം, അവിട്ടം, പൂരിട്ടാതി, ഈ 9 നക്ഷത്രവും എടുക്കരുത്. ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കണം. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എടുക്കരുത്, ആഴ്ച പോയി. ബലിയിടുന്ന ആളിന്റെ ജന്മനക്ഷത്രത്തിൽ സഞ്ചയനം നടത്തരുത്. മരിച്ച ആളിന്റെ അഷ്ടമരാശി കൂറിൽ വരുന്ന നക്ഷത്രം എടുക്കരുത്. അഷ്ടമരാശി ലഗ്നവും വരരുത്. ബലിയിടുന്ന സമയം ആ സമയം അഷ്ടമരാശി ലഗ്നവും വരരുത്. വിഷ്ടികരണം പാടില്ല. ഇത്രയും തന്നെ. എന്താ മനസ്സിലാക്കാൻ പറ്റുമോ? എന്റെ അഭിപ്രായം ഉണ്ടോ? പറ്റും സാർ, പറ്റും. ഇങ്ങനെ പഠിച്ചു വെച്ചു. അഥവാ ഇനി ഇപ്പൊ നമ്മൾ ഒരു മരണത്തിന്റെ വേദി വരുമ്പോ ജ്യോത്സ്യരെ എന്താണ് പറയുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ ആക്കും. ഇപ്പോൾ തട്ടി അങ്ങ് വിട്ടുകൊടുക്കുക. തിരിഞ്ഞും പിരിഞ്ഞും ആരെയും മുഖമൊന്നും നോക്കരുത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടം. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ശുക്ലപക്ഷത്തിൽ പാടില്ല. കൃഷ്ണപക്ഷത്തിൽ 3, 5, 7, 9, 11, 13, 15 തിഥികളെ എടുക്കാവൂ. മുറി നക്ഷത്രങ്ങൾ എടുത്തുകൂടാ. ബലിയിടുന്ന ആളിന്റെ ജന്മനക്ഷത്രം എടുക്കരുത്. ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പാടില്ല. വിഷ്ടികരണം പാടില്ല. മരിച്ച ആളിന്റെ അഷ്ടമരാശി, മരിച്ച ആളിന്റെ നക്ഷത്രം എന്തെന്ന് ചോദിക്കണം. അതിന്റെ അഷ്ടമരാശിയിൽ വേണം നക്ഷത്രം എടുക്കരുത്. അഷ്ടമരാശി ലഗ്നവും വരരുത്. ആ സമയവും വരരുത്. ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഇത്രയും നോക്കി ചെയ്താൽ നന്നായിരിക്കും. ഇതൊന്നും ചെയ്യാതെ മരിക്കുമ്പോൾ കൂടെ ആദ്യം ചോദിക്കുന്നത് കരുനാളുണ്ടോ? നമ്മുടെ നാട്ടിൽ ചോദിക്കും കരുനാളുണ്ടോ, കോഴിയേറ്റ് അറക്കണോ? ഇവിടെ അങ്ങനെയുള്ള കുറെ ഇപ്പോഴൊന്നും ഇല്ല, ഇപ്പോഴൊക്കെ മാറി. കരുനാളുണ്ടെങ്കിൽ ഒരു കോഴിയുടെ തല, കരിമ്പട കോഴി എന്ന് പറയും, കറുത്ത പിട കോഴിയുടെ തലയെ അറുത്ത് കുഴിക്കകത്ത് ഒഴിച്ചു കളയും. പണ്ട്, ഇപ്പോഴല്ല, ഇപ്പോഴതൊക്കെ തെറ്റെന്നുള്ള മനസ്സിലായി. കരുനാൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കറുത്ത പിടക്കോഴി, കരിമ്പട കോഴി എന്ന് പറയും, കോഴിയെ കൊണ്ടുവന്ന് കുഴിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ തലയറത്ത് രക്തത്തിന് കുഴിക്കകത്ത് ഒഴിക്കും. എന്തുമാത്രം പാപകർമ്മം, രക്തക്കറയൊക്കെ വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യും. ഇപ്പോഴൊന്നുമില്ല, ഇപ്പോഴതൊക്കെ മാറി. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ കാട്ടിക്കൂട്ടാൻ മിടുക്കന്മാരാണ്. യഥാർത്ഥം ചെയ്യേണ്ടത് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഇതിൽ 1-2 കാര്യം വിഷമമുണ്ട്. ഈ ശുക്ലപക്ഷത്തിൽ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം അത്രയും ദിവസം നമുക്ക് കിടക്കേണ്ടി വരും. ബാക്കിയുള്ളതെല്ലാം ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ശുക്ലപക്ഷത്തിലും എടുക്കേണ്ടി വരും. കാരണം അല്ലാതെ ഇപ്പോ ശുക്ലപക്ഷ പഞ്ചമിക്ക് മരിച്ചു എന്ന് കണക്കാക്കുക. പിന്നെ 10 ദിവസം കഴിയുമ്പോഴേ ശുക്ലപക്ഷം തീരുള്ളൂ. വീണ്ടും 5 ദിവസം പാടില്ല. 15 ദിവസം കഴിഞ്ഞേ അടുത്ത് പിന്നെ ചെയ്യാവൂ. അതിനകത്തും നക്ഷത്രം നോക്കണം, വാരം നോക്കണം, വിഷ്ടികരണം നോക്കണം, ജനിച്ച ആളിന്റെ നക്ഷത്രം, ബലിയിടുന്ന ആളിന്റെ നക്ഷത്രം വരരുത്, മരിച്ച ആളിന്റെ അഷ്ടമരാശി കൂടുതലുള്ള നക്ഷത്രം വരരുത്. ഇതെല്ലാം നോക്കണം. നോക്കിയെടുത്തൊരു മുഹൂർത്തം കുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്ന ആള്, മരണം കഴിഞ്ഞിട്ട് ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് തീരാത്ത ദുഃഖമായിരിക്കും. പക്ഷെ ഇതിനകത്ത് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളെ മുൻഗാമികൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ദോഷം വരില്ല. എഴുതിക്കൊള്ളണം. അസ്ഥി സഞ്ചയനം. സാർ, ഒരു സംശയം സാർ. അപ്പം നമ്മൾ ഈ എടുക്കുമ്പോഴത്തേക്ക് ശുക്ലപക്ഷം എടുത്താൽ എല്ലാം ദൈവപ്രാധാന്യം എവിടെയാണ്? പഞ്ചമി നാഗങ്ങൾക്കുണ്ട്, അഷ്ടമി ദേവിയുടേതാണ്. അപ്പൊ അതിനകത്ത് ഉള്ളത് ഏതാണ് സാർ? നമുക്ക് എടുക്കാൻ പറ്റുന്ന അങ്ങനെ വല്ലതും ഉണ്ടോ? അവോയ്ഡ് ചെയ്യേണ്ടത്? അതായത് ഇവിടെ വരുന്നത് കൃഷ്ണപക്ഷം എന്ന് പറയുന്നത് പിതൃപക്ഷമാണ്. ശുക്ലപക്ഷം എന്ന് പറയുന്നത് ദേവപക്ഷം. അതുകൊണ്ടാണ് അത് എടുക്കരുത് എന്ന് പറയുന്നത്. ദേവപക്ഷത്തിലായാലും ചന്ദ്രന്റെ ബലവും കൂടി കണക്കാക്കിയിട്ടുണ്ട്. അതാണ് കൃഷ്ണപക്ഷത്തിലെ ആദ്യത്തെ കുറച്ച് ദിവസവും കൂടി, കൃഷ്ണപക്ഷത്തിലെ ആദ്യത്തെ കുറച്ച് ദിവസം ചന്ദ്രന് ബലമുണ്ട്. അത് കഴിയുമ്പോൾ ചന്ദ്രന്റെ ബലക്കുറവ് വന്നിട്ട് കൃഷ്ണപക്ഷത്തിന്റെ എഫക്റ്റ് വരുന്നത് പഞ്ചമി മുതലേ എഫക്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതോടാണ് എടുത്തിട്ടുള്ളത്. ഒറ്റ അറ്റത്ത് വന്നിട്ടുണ്ട്. പാടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പം ആ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിനകത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പം നാളെ ഒരു സഞ്ചയനമുണ്ട്. ബുധനാഴ്ചയാണ് മരിച്ചത്. ഈ ബുധനാഴ്ച, കഴിഞ്ഞ ബുധനാഴ്ച മരിച്ചു. ബുധൻ 1, വ്യാഴം 2, വെള്ളി 3, ശനി 4, ഞായർ 5. 5-ാം തീയതി 5-ാമത്തെ ദിവസം വച്ചു. അത്ര തന്നെ. 5, 7, 9, 10 തീയതികളിലാണ് ഇവരെടുക്കാറുള്ളത്.
തീയതി സാർ, എന്ന് ഈ സഞ്ചയനത്തിന് നമ്മൾ ദിവസം കണക്കാക്കുന്നത് മരിച്ച നാള് തൊട്ടാണോ, അല്ല മരിച്ച ദിവസം തൊട്ടാണോ, അതോ അടക്കിയ ദിവസം തൊട്ടാണോ സാറേ? അത് രണ്ട് രീതിയിലും ഇവിടെ എടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മരിച്ചത് കൂടുതലും അടക്കം കഴിക്കുന്നത് പിറ്റേ ദിവസമൊക്കെ മക്കൾ വരാനുണ്ടെന്നുണ്ടെങ്കിൽ ഫോറിനിലൊക്കെ ഇരിക്കുന്നവര് ദൂരെ ബാംഗ്ലൂര്, മൈസൂർ, ദൂരെ ഇരിക്കുന്ന മക്കൾ ചിലപ്പം വരാൻ ലേറ്റ് ആവും. അല്ലെങ്കിൽ ഫോറിനിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ദുബായിൽ ഇഷ്ടംപോലെ ഉണ്ട്. ദുബായില്, സൗദിയില്, കാനഡയില്, അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ഫ്ലൈറ്റിലൊക്കെ വരണമെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ പിടിക്കും. അപ്പോൾ വച്ചിരുന്നിട്ട് അവര് അടക്കം കഴിക്കുന്ന ദിവസമാണ് എടുക്കണം, മരിച്ച ദിവസം എടുക്കാം. നമ്മുടെ നിയമപ്രകാരം ഇങ്ങനെയാണ്. എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഏത് ബുക്കിലുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അനുഷ്ഠാന പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, വേണമെങ്കിൽ എഴുതിക്കൊള്ളി. അനുഷ്ഠാന പദ്ധതി മുത്തുസ്വാമി സാർ എഴുതിയതാണ്. മുത്തുസ്വാമി സാർ എഴുതിയ അനുഷ്ഠാന പദ്ധതി, അത് വായിച്ചാൽ എല്ലാം കിട്ടും. എവിടെയെങ്കിലും കിട്ടുമെങ്കിലും എടുക്കുക. വലിയ കടകളിൽ എവിടെയെങ്കിലും ഉണ്ടാവുള്ളൂ. ട്രിവാൻഡ്രത്ത് പ്രഭു ബുക്സിൽ കിട്ടും. അനുഷ്ഠാന പദ്ധതി. ഒരു രാത്രിയുടെ 3 പങ്കുവച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഭാഗം, അതായത് രാത്രി 2-2:30 മണിക്ക് ശേഷം മരിച്ചാൽ, ഉദ്ദേശം 2-2:30, രാത്രിയെ 3 ഡിവൈഡ് ചെയ്താൽ എങ്ങനെ വരും? രാത്രി 6 മണിക്ക് അസ്തമിച്ചു എന്ന് കണക്കാക്കി. 6 മുതൽ 6 വരെ 12 മണിക്കൂർ. ശരി തന്നെ? അതിനെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 4 മണിക്കൂർ. 14 വരെ 2 മണി. രാത്രിയുടെ 2/3 ഭാഗത്തിന് ശേഷം മരിച്ചാൽ പിറ്റേ ദിവസം എടുക്കുക. അതിന് മുൻപ് വന്നു കഴിഞ്ഞാൽ തലേ ദിവസം എടുത്തോളാമെന്നാണ് നിയമം. പക്ഷെ നമ്മുടെ ആൾക്കാർ എടുക്കുന്നത് പിറ്റേ ദിവസം, അടക്കം കഴിക്കുന്ന ദിവസമേ എടുക്കുള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ തന്നെ. ആരും എല്ലാ പേരും വാചകം ഓടിക്കും. നമ്മളെല്ലാം ആചാരപ്രകാരമേ എല്ലാ കാര്യവും ചെയ്യുള്ളൂ എന്നൊക്കെ വാചകം ഓടിക്കും. ചെയ്യുന്ന അത്രയും തലകുത്തനെ തോന്നിയ മാസം ഒന്നും ആരും നോക്കാറില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം മരിച്ച ആള് നമ്മുടെ പോലെ ഒരു ജ്യോതിഷരോ ഒരു തന്ത്രിയോ ഭയങ്കര വിദഗ്ധനായ ഒരാളെന്ന് കരുതുക. മരിച്ച ആള്, അയാൾ മരിച്ചിട്ട് അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? പിന്നെ ചെയ്യുന്നത്, അയാൾക്ക് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരാണ്. മരിച്ച ആള് പോയി അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പിന്നെ എൻ്റെ മരണം ഇങ്ങനെയാണ്, എൻ്റെ മരണത്തിന് ഇന്ന കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റൂല. ചെയ്യുന്ന ബാക്കിയുള്ളവര്. അദ്ദേഹം ജീവനെയും കൊണ്ട് അയാൾ പോയില്ലേ. ഇപ്പം വിദഗ്ധനായ ഒരു തന്ത്രിയോ ഒരു നല്ലൊരു പൂജാരിയോ നല്ലൊരു ജ്യോത്സ്യരോ ഒരു വാസ്തു വിദഗ്ധനോ കൈരേഖാശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ എല്ലാം അറിയാമെന്നുള്ള ഒരാളോ ആണ് മരിച്ചുപോയി. അയാൾ മരിച്ചു, അയാൾ പോയി. പിന്നെ ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവരാണ്. ഇതാണ് ഇതിനകത്ത് വരുന്ന കുഴപ്പം. അതുകൊണ്ട് മരിച്ച ദിവസവും എടുക്കാറുണ്ട്, തലേ ദിവസവും എടുക്കാറുണ്ട്. അതെങ്ങനെ ഇവിടെ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വാഴ്ച സഞ്ചയനം നടത്തും, വ്യാഴാഴ്ച നടത്തും, വെള്ളി നടത്തും, ഞായർ നടത്തും. ഇത് ഒറ്റ സംഖ്യയിൽ വരണം. അങ്ങനെ വരത്തക്ക രീതിയിൽ മരിച്ച ദിവസം എടുത്താൽ ഒറ്റ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചൊവ്വാഴ്ച മരിച്ചു എന്ന് കണക്കാക്കുക, ബുധനാഴ്ച അടക്കം കഴിഞ്ഞു, ഞായറാഴ്ചയാണ് അവർക്ക് സൗകര്യം സഞ്ചയനം നടത്താൻ. അപ്പോൾ ചൊവ്വയാണ് മരിച്ചത്. ചൊവ്വയിൽ എണ്ണിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ചൊവ്വാഴ്ചയാണ് മരിച്ചത്. അപ്പോൾ ചൊവ്വയിൽ എണ്ണിക്കഴിഞ്ഞാൽ ബുധനാഴ്ച അടക്കം കഴിഞ്ഞു. ചൊവ്വാഴ്ച മരിച്ചു, ബുധനാഴ്ച അടക്കം കഴിഞ്ഞു, ഞായറാഴ്ച സഞ്ചയനം നടത്തണം. അപ്പോൾ ചൊവ്വ 1, ബുധൻ 2, വ്യാഴം 3, വെള്ളി 4, ശനി 5, ഞായർ 6. ഞായർ 6 ആയിപ്പോയി, 6 എടുക്കൂല, ഇരട്ട. അപ്പോൾ ബുധനാഴ്ചയിൽ കണക്കാക്കും. അത് ബുധനാഴ്ചയിൽ എടുത്താൽ മതി. ഇതാണ് തന്ത്രങ്ങൾ, ഇവരുടെ കുരുട്ട് തന്ത്രങ്ങൾ ഇതൊക്കെയാണ്. ബുധനാഴ്ചയിൽ എടുക്കുമ്പോൾ 5 വരും. ഇവിടെ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ഇവർ എടുക്കുന്നത് 5, 7, 9 തീയതിയാണ് എടുക്കുന്നത്. തീയതിയല്ല, തിഥിയാണ്. തിഥി എന്നുള്ളതാണ് ഒടുവിൽ തീയതി എന്ന് മാറിയത്. 3 എടുക്കരുത്, 5, 7, 9 തിഥികളാണ് എടുക്കേണ്ടത്. ഇവിടെ അതിന് പകരം മരിച്ചിട്ടുള്ള തീയതി എടുക്കും. അങ്ങനെയല്ല, തിഥിയാണ് എടുക്കേണ്ടത്.
കൃഷ്ണപക്ഷത്തില് 5, 7, 9, 11, 13, 15 തിഥികൾ. തിഥി എന്ന് പറയുമ്പോൾ പഞ്ചമി ആ അർത്ഥത്തിലാണ് എടുക്കേണ്ടത്, അല്ലാതെ മരിച്ചിട്ട് പോകുന്ന തീയതി അല്ല. ഇവിടെ തിഥിക്ക് പകരം മരിച്ചതിന് ശേഷമുള്ള തീയതി കണക്കാക്കി എടുക്കും. എല്ലാം അവരെ സൗകര്യങ്ങൾ തന്നെ. സാറ് മരിച്ചതിന്റെ രാത്രി 2/3 ഭാഗം ഉണ്ടെങ്കിൽ തലേദിവസം എടുക്കാന്നല്ലേ സാർ പറഞ്ഞത്? തലേദിവസം എടുക്കാം. 3 രാത്രി 1 മണിക്ക് 2 മണിക്ക് മുമ്പാണെങ്കിൽ തലേദിവസം കണക്കാക്കി കൊള്ളാം. ഇത് അനുഷ്ഠാന പദ്ധതിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആ ബുക്ക് കണ്ടിട്ടില്ല, വായിച്ചിട്ടുണ്ട്. 1-2 ദിവസം എൻ്റെ കയ്യിലില്ല, വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. കൈവിട്ട് പോയി. ആ ബുക്കിന്റെ കോപ്പി ഞാൻ ഇവിടെ നോക്കിയിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങുക. ഇവിടെ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ വാങ്ങും. ഇതൊക്കെ എഴുതി കൊടുക്കണം. അസ്ഥി സഞ്ചയനം, അസ്ഥി സഞ്ചയനം നടത്തേണ്ടത് കൃഷ്ണപക്ഷത്തിലാണ്. അസ്ഥി സഞ്ചയനം നടത്തേണ്ടത് കൃഷ്ണപക്ഷത്തിലാണ്. കൃഷ്ണപക്ഷത്തിൽ ചതുർത്ഥിക്ക് ശേഷം നടത്തണം. ചതുർത്ഥിക്ക് ശേഷം നടത്തണം. അതിലും കൃഷ്ണപക്ഷത്തിലെ പഞ്ചമി, സപ്തമി, നവമി, ഏകാദശി, ത്രയോദശി, കർത്തവാവ്. ഏകാദശി, ത്രയോദശി, കർത്തവാവ്. സാറെ പഞ്ചമി ഒന്നും പറയും. പഞ്ചമി 5, 7, 9, 11, 13, 15 എഴുതിക്കൊണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് എഴുതാൻ നോക്കണം. അപ്പോഴേ പിന്നെ മനസ്സിന് മാറൂല. പഞ്ചമി, സപ്തമി, നവമി, ഏകാദശി, ത്രയോദശി, കർത്തവാവ് എന്നീ തിഥികളിൽ നടത്തണം. അടുത്ത നക്ഷത്രം. രണ്ട് രാശികളിലുമായി വരുന്ന മുറി നക്ഷത്രങ്ങൾ എടുക്കരുത്. 2 രാശികളിലുമായി വരുന്ന മുറി നക്ഷത്രങ്ങളിൽ സഞ്ചയനം പാടില്ല. മുറി നക്ഷത്രങ്ങൾ പാടില്ല. അതായത് കാർത്തിക, മകയിരം, ഉണർദം, ഉത്രം, ചിത്ര, ചിത്തിര, വിശാഖം, ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി. ഈ 9 നക്ഷത്രം എടുക്കുക. അതിങ്ങനെ ഈ നക്ഷത്രം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞ് കണ്ട് മനസ്സിനകത്ത് വെച്ച് നീക്കി എടുക്കാൻ പഠിക്കണം. അപ്പോൾ കുറെ കൂടെ നമുക്ക് ആ രാശി ചക്രമൊക്കെ ഒന്ന് ബൈഹാർട്ടായി വരും. ഇതാണ് ഈ മുറി നക്ഷത്രം, അല്ലെങ്കിൽ 2 രാശിയിൽ വരുന്ന നക്ഷത്രം ഇതാണെന്നുള്ളത് മനസ്സിനകത്ത് അങ്ങനെ പഠിച്ച് വരുമ്പോഴേ എല്ലാം തറവാവുള്ളൂ. ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് ശരിയായി വരില്ല. കുറച്ച് നോട്ടെടുത്ത് വെച്ച് വായിക്കണം.
വെറുതെ ഇരിക്കുമ്പോൾ കൂടുതലും രാത്രി ഭക്ഷണത്തിന് മുൻപായിട്ട് കുറച്ചൊന്ന് വായിക്കുന്നത് നല്ലത്. ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് നാമമൊക്കെ പറഞ്ഞ് ജപവും നാമവും എല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഏതെങ്കിലും കുറച്ച് എടുത്ത് വെച്ച് വായിക്കുന്നത് വളരെ നല്ലതാണ്. മനസ്സൊക്കെ ഒന്ന് ശാന്തമാകും. അടുത്തത്, വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പാടില്ല. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പാടില്ല. ബലിയിടുന്ന ആളിന്റെ ജന്മനക്ഷത്രം പാടില്ല. മരിച്ചുപോയ ആളിന്റെ അഷ്ടമരാശി കൂറിലെ നക്ഷത്രം എടുക്കരുത്. മരിച്ചുപോയ ആളിന്റെ അഷ്ടമരാശി കൂറിലെ നക്ഷത്രം എടുക്കരുത്. അഷ്ടമരാശി കൂറ് വരുന്ന സമയവും എടുക്കരുത്. അഷ്ടമരാശി വരുന്ന സമയവും എടുക്കുക. അഷ്ടമരാശി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ അഷ്ടമരാശി ഇപ്പം മേടൻ രാശിയാണെങ്കിൽ വൃശ്ചികൻ രാശിയിലുള്ള സമയം എടുക്കരുത്. ആ സമയത്ത് എടുക്കുക. ചിലപ്പോൾ രാവിലെ കയറി വരുമെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് ഒഴിവാക്കണം. ലഗ്നം വരരുത് എന്നർത്ഥം. ലഗ്നം അഷ്ടമരാശിയായി വരരുത്. ലഗ്നം ബ്രാക്കറ്റ് എഴുതിയാൽ മതി. ലഗ്നം അഷ്ടമരാശിയായി വരരുത്. വിഷ്ടികരണം പാടില്ല. വിഷ്ടികരണം പാടില്ല. ഇത് ഇത്രയും പോരെ? ഒന്നുകൂടി പറയണോ? പറയണ്ടല്ലോ, മതിയല്ലോ. ഇതൊന്ന് വായിച്ചു വെച്ചേക്കണം. കാരണം ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന കോപ്രായങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഞാനിവിടെ നമ്മുടെ വീട്ടിനടുത്താണ് ഒരു മരണം ബുധനാഴ്ച നടന്നത്. ഞായറാഴ്ച കഞ്ചാഞ്ഞം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോധവും ഇല്ലാത്ത ആളുകൾ. ഒന്നും പറയാൻ, നമ്മൾ ആരെ ആക്ഷേപിച്ചുകൂടാ എന്ന് പറയും. നമ്മൾ വലിയ ആളൊന്നും അല്ല. എന്നിരുന്നാലും നമുക്ക് കാണുമ്പോൾ അവര് ഫിക്സ് ചെയ്തതൊക്കെ കാണുമ്പോൾ ഞായറാഴ്ച 8:30 മണിക്ക് അതറിയാൻ സഞ്ചയനം ഞായറാഴ്ച 8:30 മണിക്ക് തീർന്നു. ആകെ കൂടെ ഇവർക്ക് അറിയാമെങ്കിൽ രാഹു കാലം നോക്കാൻ അറിയാം. അത്രയാണ്. ഇനി അടുത്ത് ഈ കരിനാള് ദോഷത്തിനെ കുറിച്ചൊന്ന് പഠിക്കണം. കരിനാൾ എന്ന് പറയുന്നത് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വസു പഞ്ചകം എന്ന് കേട്ടിട്ടുണ്ടോ? വസു പഞ്ചകം. അടുത്ത ഗതി വസു പഞ്ചകം. അടുത്ത ഹെഡിങ് കിട്ടുന്നു. വസു പഞ്ചകം. വസു കേട്ടിട്ടുണ്ട് സാർ, കേട്ടിട്ടുണ്ട്. വസു അവിട്ടം നക്ഷത്രം. അവിട്ടം മുതൽ അവസാനത്തെ 5 നാള്. അതെ, അവിട്ടം നക്ഷത്രത്തിനാണ് വസു എന്ന് പറയുന്നത്. വസു പഞ്ചകം. അവിട്ടം മുതൽ 5 നക്ഷത്രത്തിൽ മരിച്ചു കഴിഞ്ഞാൽ വേറെയും 1 വർഷത്തിനുള്ളിൽ വേറെയും ഒരു മരണം കൂടി നടക്കുമെന്നും ഈ മരിച്ച ആളിന് മുക്തി കിട്ടിപ്പോകും എന്നും പറയപ്പെടുന്നു. അതിനെപ്പറ്റി നമുക്ക് മരിച്ച ആളിന് മുക്തി കിട്ടിപ്പോകും, പക്ഷെ 1 വർഷത്തിനുള്ളിൽ ഒരു മരണം കൂടി നടക്കും. അവിട്ടം മുതൽ 5 നക്ഷത്രത്തിൽ മരണം നടന്നു കഴിഞ്ഞാൽ അവിട്ടം, ചതയം, പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി, അതില് അവിട്ടത്തില് കുംഭക്കൂറ് മുതലേ എടുക്കാവൂ. മകരക്കൂറ് വേണ്ട. അവിട്ടത്തിന്റെ ആദ്യത്തെ 2 പാദവും വേണ്ട. അപ്പോൾ കുംഭൻ രാശിയിലും മീനൻ രാശിയിലും ഉള്ള നക്ഷത്രത്തിൽ മരിച്ചാൽ വസുപഞ്ചകം. ഇതാണ് എളുപ്പ വഴി. തീർന്നു. കുംഭൻ രാശിയിലും മീനൻ രാശിയിലും വരണ നക്ഷത്രങ്ങളിൽ, രാശിയിലല്ല, മരിച്ചു കഴിഞ്ഞാൽ വസു പഞ്ചകം. വസു എന്ന് പറഞ്ഞാൽ അവിട്ടം മുതൽ 5 നക്ഷത്രം. കാണാതെ പഠിച്ചേക്കാം. ഇപ്പോഴും പിന്നെ സോഫ്റ്റ്വെയറിലെല്ലാം കിട്ടും. അഴിച്ചു കൊടുത്താൽ മതി. ഒന്നും അറിയണ്ട. എല്ലാം നമ്മൾ ഹൈടെക് പരിപാടിയാണ്. പക്ഷെ സോഫ്റ്റ്വെയറിൽ എവിടെ ഉണ്ടെന്നുള്ള അറിഞ്ഞ് അടിച്ചെടുക്കാൻ പഠിക്കണം. അത്
സാറൊരു സംശയം, അതിന് നക്ഷത്രം മാത്രം വന്ന പോരല്ലോ. ഇല്ല, ഇനി ഉണ്ട്, പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് കിടക്കുന്നത്. കഴിഞ്ഞ ബാച്ചിനും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് പ്രാധാന്യം ഇതിൽ മാത്രമല്ല, വേറെയും കുറെ ഘടകങ്ങൾ കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അവിട്ടം നക്ഷത്രം മാത്രം പോരാ, ചതയം മാത്രം പോരാ, പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി, ഇതിന് വാരവും തിഥിയും ലഗ്നവും നക്ഷത്രവും 4 കാര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ ആര് പിടിച്ചാലും നിൽക്കില്ല, ഒരു മൃത്യുഞ്ജയ ഹോമത്തിലും നിൽക്കില്ല. സാക്ഷാൽ പരമേശ്വരനെ, ഭഗവാനെ തന്നെ പിടിക്കണം, ശിവനെ തന്നെ പിടിച്ച് ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടേറ്റ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാം, അല്ലാതെ ഒരു നിവർത്തിയുമില്ല. എങ്ങനെ അത് പഠിക്കേണ്ട വഴി ശ്രദ്ധിച്ച് കേട്ടോണം. അവിട്ടം ചതയം പൂരട്ടാതി ഉത്രട്ടാതി രേവതി, ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി, ഇങ്ങനെ വേണം. അവിട്ടവും ചൊവ്വാഴ്ചയും, അവിട്ടം ചതയവും ബുധനാഴ്ചയും, പൂരട്ടാതിയും വ്യാഴാഴ്ചയും, ഉത്രട്ടാതിയും വെള്ളിയാഴ്ചയും, രേവതിയും ശനിയാഴ്ചയും. പഠിക്കാൻ നല്ല എളുപ്പം. അവിട്ടവും ചൊവ്വാഴ്ചയും, ചതയവും ബുധനാഴ്ചയും, പൂരട്ടാതിയും വ്യാഴാഴ്ചയും, ഉത്രട്ടാതിയും വെള്ളിയാഴ്ചയും, രേവതിയും ശനിയാഴ്ചയും. ഇനി തിരിയെ കൊണ്ട് കണക്കിക്കുന്നു. അവിട്ടവും ചൊവ്വാഴ്ചയും ഏകാദശി തിഥിയും, ഏകാദശി മുതലാണ് തുടങ്ങുന്നത്, ഏകാദശി തിഥിയും. അപ്പോൾ അവിട്ടം, ചൊവ്വ, ഏകാദശി 2 പക്ഷത്തിലും വരാം, 2 പക്ഷത്തിലും ആയിക്കൊള്ളാം. ചതയം, ബുധൻ, ദ്വാദശി, അടുത്ത തിഥി, അതിൻ്റെ അടുത്ത തിഥി. അവിട്ടം, ചൊവ്വ, ഏകാദശി, ചതയം, ബുധൻ, ദ്വാദശി, പൂരട്ടാതി, വ്യാഴം, ത്രയോദശി, പൂരട്ടാതി, വ്യാഴം, ത്രയോദശി, ഉത്രട്ടാതി, വെള്ളി, ചതുർദശി, ഉത്രട്ടാതി, വെള്ളി, ചതുർദശി, രേവതി, ശനി, വാവ്, കറുത്ത വാവ് അല്ലെങ്കിൽ വെളുത്ത വാവ്. അപ്പോഴിപ്പോൾ പറഞ്ഞത് വാരം പറഞ്ഞു, നക്ഷത്രം പറഞ്ഞു, വാരം പറഞ്ഞു, തിഥി പറഞ്ഞു. ഇനി ലഗ്നവും കൂടി വേണം. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, അങ്ങനെ എടുക്കണം. ഇതിൽ 2 എണ്ണം വന്നാലും കടുപ്പം കൂടും, 3 എണ്ണം വന്നാൽ കടുപ്പം കുറച്ചുകൂടി കൂടും, 4 കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിഹാരത്തിലും നിൽക്കില്ല. അങ്ങനെ ഒരു കേസ് മരണപ്പെട്ടു ഇവിടെ നമ്മുടെ നെയ്യാറ്റിങ്കര കാട്ടാക്കട താലൂക്കിൽ. കൊറോണ പീരീഡിൽ ഒരു കുടുംബത്തിൽ 4 പേര്, എൻ്റെ ടൈം എൻ്റെ കയ്യിലേക്ക് നഷ്ടപ്പെട്ടു പോയി. സാർ, എന്റെ പരിചയത്തിൽ അങ്ങനെ ഒരെണ്ണം സംഭവിച്ചു സാർ. ഉണ്ട്, എൻ്റെ ഒരു കേസ് എൻ്റെ കയ്യിൽ ഒന്നുണ്ട്. നമ്മളെ ലാൽ സാർ ഒരു കേസ് തന്നു, നമ്മളെ ഡയറക്ടർ ലാൽ സാർ ഒരു കേസ് തന്നത് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഒന്നുകൂടി പറയാം. ഇനി എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് പറയുകയാണ്. വളരെ ശ്രദ്ധിച്ച്, ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെ മനസ്സിലാക്കി വച്ചിട്ട് 2 പ്രാവശ്യം വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിനകത്ത് ഓട്ടിച്ചാൽ മതി. വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിനകത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ തോന്നുന്നത് വട്ട് പിടിച്ചോ, ജ്യോതിഷം പഠിച്ച് വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ചോദിക്കും, വട്ട് പിടിച്ചു എന്ന് തോന്നും, ജ്യോതിഷം പഠിച്ചു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും. പക്ഷെ നമുക്ക് അങ്ങനെ മനസ്സിനകത്ത് കണക്ട് ചെയ്ത് എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നോക്കേണ്ടത് അവിട്ടം, ചൊവ്വ, ഏകാദശി, വൃശ്ചിക ലഗ്നം. അവിട്ടം, ചൊവ്വ, ഏകാദശി, വൃശ്ചിക ലഗ്നം. എല്ലാം ഇതിൻ്റെ അടുത്തത് എടുക്കണം. എല്ലാം ഇതിൻ്റെ അടുത്തത്. ചതയം, ബുധൻ, ദ്വാദശി, ധനു ലഗ്നം. അടുത്ത് പൂരട്ടാതി, വ്യാഴം, ത്രയോദശി, മകരലഗ്നം. അടുത്തത് ഉത്രട്ടാതി, വെള്ളി, ചതുർദശി, കുംഭലഗ്നം. അടുത്ത് രേവതി, ശനി, വാവ്, മീനലഗ്നം. ഇങ്ങനെ വന്നു കൊടുത്താൽ പിടിച്ചാൽ നിൽക്കില്ല. ഇത് കൊണ്ടുപോവാൻ കണക്കാക്കി വരണതാണ്. ഒരു 4-5 എണ്ണത്തിനൊക്കെ നിരത്തും. പടപടായിട്ടായിരിക്കും അത്. ഒരു മാസം 2 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ പടപടാ നടക്കും കുടുംബത്തിൽ. നിരത്തി കൊണ്ടുപോവാൻ കണക്കാക്കി ആശാൻ വരുന്നതാണ്. അങ്ങനെ അനുഭവങ്ങളുണ്ട്.
ഇതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ 3-4 മരണം, ഒരു കുടുംബത്തിനകത്ത് 3-4 മരണം നടന്നതുണ്ട്. വേറെ ആരെയും കുടുംബത്തിലല്ല, എൻ്റെ കുടുംബത്തിൽ തന്നെ. ആദ്യം എൻ്റെ ഒരു മാമൻ മരിക്കുന്നു. മാമൻ മരിച്ച് 3 മാസം കഴിയുമ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നു. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ, 3 ഒരു 6-7 മാസം കഴിയുമ്പോൾ വലിയമ്മയുടെ മകൻ മരിക്കുന്നു. അടുത്ത വലിയമ്മയുടെ മകൻ്റെ ഭാര്യ മരിക്കുന്നു. പടപടായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വസുപഞ്ചകവുമില്ല, പിണ്ടനൂലുമില്ല, അകനാളുമില്ല, പുറനാളുമില്ല, കർത്തവാവുമില്ല, ഒന്നുമില്ല. ഞാനെല്ലാം നോക്കി. പറയപ്പെട്ട ദോഷമൊന്നുമില്ല. സാർ അപ്പൊ ഇതൊരു യാദൃച്ഛ്യമല്ലേ സാർ ഇത്? എന്ത്? ഇതൊരു യാദൃശ്യമായി സംഭവിക്കുന്നല്ലേ? നമ്മള് മാനസികമായിട്ട് അങ്ങനെ സങ്കല്പം ഈ പറയുന്നത് കറക്റ്റാണ്. നമ്മൾ ഈ പറയുന്നത് കറക്റ്റാണ്. പക്ഷെ ഇത് മാത്രമല്ല, ഇതിന്റെ വെളിയിലും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ വസുപഞ്ചകമൊക്കെ കൃത്യമാണ്. അതെല്ലാം കറക്റ്റാ നടക്കും. ഒരു വർഷത്തിനുള്ളിൽ ആ കുടുംബത്തിനകത്ത് നടന്നിരിക്കും. അതൊക്കെ കൃത്യമാണ്. അത് നമ്മൾ പരിഹാരമൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊരു വസുപഞ്ചകം ഒന്ന് എഴുതാം. എഴുതുമ്പോഴേ അത് ക്ലിയർ ആകുള്ളൂ. എഴുതുമ്പോഴേ വളരെ സ്ലോ ആയിട്ട് എഴുതിയാൽ മതി. അവിട്ടം മുതൽ 5 നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ വിധി പ്രകാരം ദഹിപ്പിക്കണം എന്നാണ് നിയമം. വിധി പ്രകാരം ദഹിപ്പിക്കണം. എഴുതിക്കൊള്ളണം. എഴുതിയിട്ട് ചർച്ച ചെയ്യാം. വിധി പ്രകാരം ദഹിപ്പിക്കണം. ഒരു വർഷത്തിനുള്ളിൽ കുടുംബത്തിൽ ഒരാൾ കൂടി മരിക്കുമെന്നാണ് സങ്കല്പം. ഒരു വർഷത്തിനുള്ളിൽ കുടുംബത്തിൽ ഒരാൾ കൂടി മരിക്കുമെന്നാണ് സങ്കല്പം. മരിച്ച ആളിന് മോക്ഷവും കിട്ടും. മരിച്ച ആളിന് മോക്ഷവും കിട്ടും. അടുത്ത ലൈനില് വിശദീകരണം. ഇതിനെ വിശദീകരിച്ച് എഴുതുന്നത് വിശദീകരണം എന്നിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ. ഒന്നാമത്തെ വരിയിൽ എഴുതണം. ഒന്നാമത്തെ വരിയിൽ കണ്ടാൽ മനസ്സിലാകത്തക്ക രീതിയിൽ വരണം. ഒന്നാമത്തെ വരിയിൽ 1 എന്നിട്ട് എഴുതണം. അവിട്ടം, ചൊവ്വാഴ്ച, ഏകാദശി, വൃശ്ചിക ലഗ്നം. വൃശ്ചിക ലഗ്നം 1 എന്നിട്ട് എഴുതണം. അപ്പോഴല്ലെങ്കിൽ ലൈൻ മാറ്റി പിടിച്ച് കളയും. അല്ലെങ്കിൽ അവിട്ടം, ചൊവ്വാഴ്ച, ഏകാദശി, വൃശ്ചിക ലഗ്നം. 2 ചതയം. അവിട്ടത്തിന്റെ നേരെ താഴെ ചതയം എഴുതണം. ചൊവ്വയുടെ നേരെ താഴെ ബുധൻ എഴുതണം. ഏകാദശിയുടെ നേരെ താഴെ ദ്വാദശി എഴുതണം. വൃശ്ചികത്തിന്റെ നേരെ താഴെ ധനു എഴുതണം. അപ്പോൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് മനസ്സിലാവും. ആ അടുക്ക് മനസ്സിലാവും. ചതയം, ബുധൻ, ദ്വാദശി, ധനു ലഗ്നം. 3 പൂരട്ടാതി, വ്യാഴം. വ്യാഴം എന്ന് വെച്ചാൽ വ്യാഴാഴ്ച. പൂരട്ടാതി, വ്യാഴം, ത്രയോദശി, മകരലഗ്നം. മകരലഗ്നം. അടുത്ത 4 ഉത്രട്ടാതി, വെള്ളി, ചതുർദശി, കുംഭലഗ്നം.
ചതുർദശി കുംഭലഗ്നം. അടുത്ത 5 രേവതി വാവ് രേവതി രേവതി ശനി 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 അതിന്റെ നേരെ വാരത്തിന് നേരെ വാരം എഴുതണം. രേവതി ശനിയാഴ്ച വാവ് മീനലഗ്നം. ഇവയെല്ലാം ഒത്തുവരുന്ന സമയത്ത് മരണം നടന്നാൽ ദോഷഫലം കൂടുതലാണ്. ഇവയെല്ലാം ഒത്തുവരുന്ന സമയത്ത് മരണം നടന്നാൽ ദോഷഫലം കൂടുതലാണ്. എക്സാമ്പിൾ: സർ ഇങ്ങനെ സംഭവിക്കാത്ത കേസ് ഉണ്ടോ സർ വന്നിട്ട്? എങ്ങനെ? ഇങ്ങനെ ഒത്തു സംഭവിക്കാത്ത കേസ് ഉണ്ടോ? അതാണ് എക്സാമ്പിൾ. എഴുതിക്കണം. 5/10/2006 3:10 PM ആലപ്പുഴ. 5/10/2006 നിങ്ങളുടെ മൊബൈലിൽ അടിച്ച് നോക്കുക. 5/10/2006 3:10 PM ആലപ്പുഴ. വേണമെങ്കിൽ ആ സമയത്തുള്ള ഗ്രഹനില എഴുതിക്കൊള്ളു. ആ സമയത്തുള്ള ഗ്രഹനില ഒന്ന് എഴുതിക്കൊള്ളു. ഊരട്ടാതി ശുക്ലപക്ഷ ത്രയോദശി വ്യാഴാഴ്ച മകരലഗ്നം. ഗ്രഹനില വേണോ? ഇത്രയും പോരെ? ഗ്രഹനില വേണോ? വേണ്ട സാർ. ഇത്രയും നിങ്ങൾ അടിച്ചു നോക്കിയാൽ കറക്റ്റ് വരും. ഞാൻ എൻ്റെ ഗ്രഹനില ഏതാ ഇവിടെ കിടക്കുന്നു, ഞാൻ അടിച്ചു നോക്കിയിട്ടാണ് പറഞ്ഞത്. ഉണ്ട് സാർ, ആപ്ലിക്കേഷൻ ഉണ്ട്. അടിച്ചു നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ വരരുത്. ഇതിൽ 2 വന്നാലും കടുപ്പം തന്നെ, 3 ഘടകങ്ങൾ ഒരുമിച്ച് വന്നാലും കടുപ്പം തന്നെ, 4 കൂടി ഒരുമിച്ച് വന്നാൽ പിന്നെ നമ്മൾ നിൽക്കില്ല. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ധനിഷ്ഠശാന്തി ഹോമം എന്ന് പറഞ്ഞൊരു ഹോമം ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ ധനിഷ്ഠശാന്തി ഹോമം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ എന്നാ അറിഞ്ഞിരണം. നമ്മൾ ചെയ്യേണ്ടത് 16 അടിയന്തരം എന്ന് പറയും. 16ഓ 12ഓ പുല കുളിക്കുന്നത്. പുല കുളിച്ച് 16ഓടുകൂടി നമ്മുടെ നാട്ടിലെ തളിയും കുളിയും എന്നൊക്കെ പറയും. കംപ്ലീറ്റ് കുളിച്ച് വീടൊക്കെ ശുദ്ധീകരിച്ച് വസ്ത്രങ്ങളൊക്കെ അലക്കി എല്ലാം റെഡിയാക്കി എല്ലാം അടിച്ച് കളയും. കഴുകിയൊക്കെ വീടൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കുന്നത് 16-നാണ് ചെയ്യാറുള്ളത്. ചില സ്ഥലങ്ങളിലും ചില സമുദായത്തില് 12-ന് ചെയ്യും. 12-എങ്കിൽ 12, 16-എങ്കിൽ 16. കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വച്ച് ഒരു മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് നന്നായിരിക്കും. മൃത്യുഞ്ജയത്തിനെ ജയിക്കാൻ ഒരു ഹോമവും ഇല്ല. ഇങ്ങനെയുള്ള ആയുസ് ദോഷത്തിന് ഏറ്റവും നല്ലത് മൃത്യുഞ്ജയം. അത് സപ്തദ്രവ്യത്തിൽ ചെയ്യണം. 1008 ജപിക്കണം. മഹാമൃത്യുഞ്ജയ മന്ത്രം 1008 ജപിച്ച് ഒരു വലിയ മൃത്യുഞ്ജയ ഹോമം വീട്ടിൽ വെച്ച് ചെയ്യുന്നത് ഉത്തമം. അത് 16-ന് ശേഷമേ ചെയ്യുക. അതിനു മുമ്പ് ആരും ചെയ്യാൻ വരുവുമില്ല. നമ്മൾ വിളിച്ചാലും പൂജാരിമാരാരും വരില്ല. അതിനുമ്പ് ചെയ്യാൻ പാടില്ല. തുടക്ക് കിടക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. അതാണ് ഏറ്റവും നല്ല. ഇത് പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സാർ. ചിലര് പറയും നാള് മാത്രം വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ചിലര് പറയും ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിയാല് ദോഷമില്ല എന്ന് പറയും. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വന്നത്. നമ്മുടെ ആൾക്കാരൊക്കെ ലോപിച്ച് വേറെ ഒന്നും അറിയില്ല. തുടക്കത്തിലേ പറഞ്ഞില്ലേ, മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരൊന്നും നോക്കൂല. ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച ഒരു ദിവസം അങ്ങ് പറയും. രാഹുകാലത്തിന് നോക്കിയിട്ട് 8 മണിക്കെന്ന് 8:30 മണിക്കെന്ന് പറയും.
അവരങ്ങ് ചെയ്യും, സഞ്ചാരം ചെയ്യും. ഇതാണ് അവർ സഞ്ചാരം നടത്തുന്നത്. അവർക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. എല്ലാ കാര്യവും സാർ എന്റെ കുടുംബത്തില് കഴിഞ്ഞ വർഷം ഒരു മരണം നടന്നു. അതായത് ഉത്രാടം ഉത്രട്ടാതി നക്ഷത്രം, വെള്ളിയാഴ്ച ത്രയോദശി, കുംഭലഗ്നം. പക്ഷെ തിഥി മാത്രം പ്രഥമ തിഥിയായിരുന്നു. ശരി. ബാക്കി അപ്പൊ എല്ലാം കറക്റ്റ്. 3 ഘടകം ഒത്തു വന്നു. എന്തായി ഒടുവിൽ എന്തായി? 3 ഘടകം ഒത്തു വന്നു. പക്ഷെ ആ സമയത്ത് ഈ മരിച്ച ആളുടെ മകള് സുഖമില്ലാതിരിക്കുന്ന ഒരു കണ്ടീഷനായിരുന്നു. പുള്ളിക്കാരത്തിക്ക് ഒരു കിഡ്നി സംബന്ധമായ പ്രോബ്ലം ആയിട്ടിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ കറക്റ്റ് 1 വർഷം കഴിഞ്ഞപ്പോ മകൾ മരണപ്പെട്ടു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ വസുവഞ്ചകം തന്നെയായിരുന്നു. അത് ഇനിയിപ്പോ രോഗത്തിൻ്റെതായ കാരണം കൊണ്ട് മരണപ്പെട്ടതാണോ? എന്തെങ്കിലും ഒരു കാരണം വരും, അത്രയേ ഉള്ളൂ. മരണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം ചിലപ്പോൾ ആക്സിഡന്റ് വന്ന് മരിക്കാം, അല്ലെങ്കിൽ കൊറോണ വന്നതുപോലെ എന്തെങ്കിലും രോഗങ്ങൾ വരാം, അല്ലെങ്കിൽ വയസ്സായി മരിക്കാം. അത് നമുക്ക് പറയാൻ പറ്റിയതല്ല. ഒരു മരണം അറ്റൻഡ് ചെയ്യേണ്ടി വരും. 3 ഘടകം വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. 3 ഘടകവും കൂടി ഒരുമിച്ച് 3 ഘടകം വന്നാൽ ഒരു മരണമല്ല കൂടുതൽ നടക്കണമെന്നാണ് നിയമം. സർ, ഇത് അതേ വീട്ടിലാണോ അതോ കുടുംബത്തിലാണോ? കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വഴിയാണ് നമ്മൾ സാധാരണ അമ്മയുടെ അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഒക്കെ വന്നേക്കാം. അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഒക്കെ കുടുംബം തന്നെയാണ്. അതേ വീട്ടിലും സംഭവിക്കാം വേണമെങ്കിൽ. വീട്ടിലും സംഭവിക്കാം. അല്ലെങ്കിൽ അവരെ സഹോദരങ്ങളുടെ മക്കള് അങ്ങനെയൊക്കെ വരാം. അമ്മ, അച്ഛൻ, അങ്ങനെയൊക്കെ വരാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് അപ്പോൾ വസുപഞ്ചകം നോക്കി. ഇനി അടുത്ത് പറയുന്നത് പിണ്ടനൂൽ ദോഷം, ബലി നക്ഷത്രം, അങ്ങനെ പറഞ്ഞ 2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. പിണ്ടനൂൽ ദോഷം എന്ന് പറഞ്ഞ ഒരു ദോഷം കൂടി ഉണ്ട്. അത് വരണം. അതിൽ നക്ഷത്രം മാത്രമേ പറയാറുള്ളൂ. പിണ്ടനൂൽ ദോഷം വന്നാൽ സുഹൃതക്ഷയം ഉണ്ടാകുമെന്നാണ്. സുഹൃതക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ജ്യോതിഷത്തിൽ പഠിച്ചു, നമ്മുടെ മുൻഗാമികളോ ചെയ്തു പോയ പാപകർമ്മങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഫലം, നമ്മുടെ മുൻജന്മ ഫലമോ അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ ചെയ്തു പോയതോ ആയ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുക. നല്ലതായാലും കൊല്ലാത്തതായാലും അനുഭവിക്കേണ്ടുള്ള ഫലമാണ്. പിണ്ടനൂൽ ദോഷത്തിൽ വരുന്ന നക്ഷത്രങ്ങള് പഠിക്കാൻ എളുപ്പമാണ്, എഴുതിക്കൊള്ളും. പിണ്ടനൂൽ ദോഷം താഴെ പറയുന്ന നക്ഷത്രങ്ങളിൽ മരണം നടന്നാൽ സുഹൃതക്ഷയം ഉണ്ടാകും. അതിനായി പരിഹാരം ചെയ്യണം. സുഹൃതക്ഷയത്തിന് പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ സുഹൃതഹോമത്തിൽ ഗായത്രിയൊക്കെ ഒരു 4000-ഓ 8000-ഓ ഗായത്രി ജപിച്ച് സുഹൃതഹോമം നടത്തണം. സുഹൃതക്ഷയം നക്ഷത്രം ആയിക്കൊള്ളും. തൃക്കേട്ട തിരുവാതിര. ഇത്തിരി എഴുതി തീരുമ്പം കാണാതെ പഠിക്കേണ്ട വഴി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ അത് കണക്കാക്കിയാണ് പറഞ്ഞു തരുന്നത്. തൃക്കേട്ട തിരുവാതിര, ഭരണി കാർത്തിക, ആയില്യം തീർന്നു. പൂരം, പൂരാടം, പൂരട്ടാതി, ചോതി. എത്ര എണ്ണമായി? 9 നക്ഷത്രം. ഇതെങ്ങനെ പഠിക്കും ഒന്ന് പറഞ്ഞു നോക്കണം. തൃക്കേട്ട തിരുവാതിര, ഭരണി കാർത്തിക, ആയില്യം, പൂരം, പൂരാടം, പൂരുരുട്ടാതി, ചോതി. അല്ലേ? നമ്മുടെ ഊൺനാടുകളിൽ പാടില്ലാത്ത 11 എടുത്തതിൽ 8 എണ്ണവും വന്നു. ശരിയല്ലേ? ഭരണി കാർത്തിക, തൃക്കേട്ട തിരുവാതിര, ഭരണി കാർത്തിക. മൂലം നാളില് പിണ്ണ ദോഷമുണ്ട് സാർ. മൂലം നാള്
പിണ്ടനൂൽ ദോഷമില്ല. പിണ്ടനൂൽ നമ്മുടെ ദോഷമില്ല. പഴയ പഞ്ചാംഗത്തിൽ അത് കൊടുത്തിട്ടുണ്ടല്ലോ സാർ, മൂലം നാള് മൂലനാൾ വരുന്നില്ല. കഴിഞ്ഞ കൊല്ലത്തെ പഞ്ചാംഗത്തിലുണ്ടല്ലോ. അതിന്റെ വലിയ പിണ്ടനൂൽ പഞ്ചാംഗത്തിലുണ്ടോ? വലിയ പഞ്ചാംഗത്തിൽ കാണൂലല്ലോ. വലിയ പഞ്ചാംഗത്തിലല്ല, നമ്മുടെ പഞ്ചാംഗല്ലേ, പിന്നെ ഭാരതീയ ജ്യോതിഷ വിചാര പഞ്ചാംഗം. അത് തെറ്റ് വന്നതായിരിക്കും. ഇതില് വരുന്നത് നമ്മള് ഊൺ നാടുകൾ 11 പഠിച്ചതിൽ 8 വന്നിട്ടുണ്ട്. കണ്ടു നോക്കണം. തൃക്കേട്ട തിരുവാതിര, ഭരണി കാർത്തിക, ആയില്യം മകത്തനെ വിട്ടു, പൂരം പൂരാടം പൂരട്ടാതി, വിശാഖവും മൂലവും കളഞ്ഞു. പിന്നെ ചോദ്യം കൂടി ചേർത്തു. പഠിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ എളുപ്പത്തിൽ പഠിച്ചു വെക്കാം. തൃക്കേട്ട തിരുവാതിര, ഭരണി കാർത്തിക, ആയില്യം, അതോടെ നിർത്തിയിട്ട് പൂരം പൂരാടം പൂരട്ടാതി ചോദ്യം. ഇത് പിണ്ടനൂൽ ദോഷമാണ്. പിണ്ടനൂൽ ദോഷത്തിന് സുഹൃതക്ഷയം ഉണ്ടാകും. സുഹൃത ഹോമം നടത്തണം. നമ്മൾ ചെയ്യേണ്ട സുഹൃത ഹോമം ഒന്നും ചെയ്തില്ലെങ്കിലും മൃത്യുഞ്ജയം ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമായി. പിണ്ടനൂൽ ദോഷത്തിനും സുഹൃതക്ഷയം അകറ്റണം. സുഹൃതക്ഷയം ഉണ്ടായി കഴിഞ്ഞാൽ പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ദുരിതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നർത്ഥം. തുടർന്ന് പിടിക്കുന്നതൊക്കെ അസുഖങ്ങളും, മരണം നടക്കാം, അസുഖം നടക്കാം, കാര്യസാധ്യങ്ങൾ കാര്യങ്ങൾ നടക്കാതെയുള്ള വിഷമങ്ങൾ, ദാരിദ്ര്യ ദുഃഖം, ഇതെല്ലാം ഉണ്ടാവും. അസുഖങ്ങളാണ് ഏറ്റവും പ്രധാനം. സുഹൃദോഷം, പിണ്ടനൂൽ ദോഷം. ഇനി അടുത്ത് ബലി നക്ഷത്രം. ബലി നക്ഷത്രത്തിന് ഒരു മരണം കൂടി നടക്കും എന്നുള്ളതാണ് പറയുന്നത്. ബലി നക്ഷത്രം എഴുതിക്കൊള്ളണം. സ്ഥിരരാശിയിൽ ഉണർദം വിശാഖം, ചിത്തിര അവിട്ടം, രോഹിണി അത്തം, ഉണർദം വിശാഖം, ചിത്തിര അവിട്ടം, രോഹിണി അത്തം, കാർത്തിക കേട്ട രേവതി. ഈ നക്ഷത്രങ്ങളിൽ മരണം നടന്നാൽ മറ്റൊരു മരണം കൂടി ഉണ്ടാകും. കുടുംബത്തിൽ മറ്റൊരു മരണം കൂടി ഉണ്ടാകും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതെങ്ങനെ പഠിക്കാൻ പറ്റും? ഇത് കാണാൻ പഠിക്കണം. അതാ നോക്കണം. പുണർദം വിശാഖം അനുജന്മ നക്ഷത്രങ്ങൾ. പുണർദവും വിശാഖവും അനുജന്മ നക്ഷത്രം. ചിത്തിര അവിട്ടം അനുജന്മ നക്ഷത്രം. രോഹിണി അത്തം അനുജന്മ നക്ഷത്രം. പിന്നെ ബാക്കി തൃക്കേട്ട രേവതി, കാർത്തിക തൃക്കേട്ട രേവതി. തൃക്കേട്ട രേവതി അനുജന്മ നക്ഷത്രമാണ്. തൃക്കേട്ട രേവതി അനുജന്മ നക്ഷത്രം. തൃക്കേട്ട രേവതി അത് ഒരുമിച്ച് എഴുതിക്കൊണ്ട് എല്ലാം 2 അനുജന്മ നക്ഷത്രങ്ങൾ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിങ്ങനെ കിടക്കുന്നതിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാര്യങ്ങളുണ്ട്, ഇല്ലാതെയല്ല. നോക്കിക്കൊള്ളും. പുണർദവും വിശാഖവും അനുജന്മ നക്ഷത്രങ്ങളാണ്. പുണർദവും വിശാഖവും ത്രികോണത്തിൽ വരും. പുണർദത്തിന്റെ 5 വരും. പുണർദത്തിന്റെ 5 വിശാഖം വരും, 5ാം രാശിയിൽ. അത് കഴിഞ്ഞ് രോഹിണി അത്തം, രോഹിണിയുടെ 5ാം രാശിയിൽ അത്തം വരും. പിന്നെ ചിത്തിര അവിട്ടം, ചിത്തിരയുടെ 5ാം രാശിയിൽ അവിട്ടം വരും. തൃക്കേട്ട രേവതി, കേട്ടയുടെ 5ാം രാശിയിൽ രേവതി വരും. പിന്നെ വരുന്നത് ഒരു നക്ഷത്രം കൂടി കൂടുതലായിട്ട് വരും. തൃക്കേട്ട രേവതിന് ഒന്നേത്? കാർത്തിക കൂടി വരും. കാർത്തിക എല്ലായിടത്തും വരികയാണ്. കാർത്തികയും വിശാഖവും എല്ലായിടത്തും വരുന്നുണ്ട്.
ഇതിനും ബലിനക്ഷത്രത്തിന് ഇങ്ങനെ ചെയ്താൽ മതി, ഈ മൃത്യുഞ്ജയം ചെയ്താൽ മതി. പതിനാറിന് ശേഷം മൃത്യുഞ്ജയം ചെയ്യുന്നതാണ് നല്ലത്. അത് വീട്ടിൽ തന്നെ ചെയ്യണം സാറേ, ഹോമം നടത്തി. വീട്ടിൽ ചെയ്യുന്നതാണ് നല്ലത്. സാർ ഇതിന് എന്താ ഇതിന്റെ ഫലം എന്താ സാറേ? ഒരു മരണമാണോ? കുടുംബത്തിലൊരു മരണം കൂടി നടക്കും എന്നുള്ളത്, കുടുംബത്തിൽ മറ്റൊരു മരണം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നിയമം. ബലി നക്ഷത്രം ഉണർദം വിശാഖം ചിത്തിര അവിട്ടം രോഹിണി അത്തം തൃക്കേട്ട രേവതി പിന്നെ ഒന്ന് കാർത്തിക. ഇത്രയും കൂടെ. ഇത് ഈ നക്ഷത്രങ്ങളൊന്ന് എണ്ണി നോക്കി, ഏതൊക്കെ നക്ഷത്രങ്ങൾ കുഴപ്പമെന്നുള്ള എണ്ണി നോക്കി. ടോട്ടലായിട്ട് ഇപ്പം പഠിച്ച വസുപഞ്ചകവും പിണ്ടനൂലും ബലി നക്ഷത്രവും കൂടെ. അവിട്ടം ചതയം പൂരട്ടാതി ഉത്രട്ടാതി രേവതി 5 എണ്ണമായല്ലോ. ആദ്യത്തിൽ 5 എണ്ണം വന്നില്ലേ? അവിട്ടം വസുപഞ്ചകം, അവിട്ടം ചതയം പൂരട്ടാതി ഉത്രട്ടാതി രേവതി. ആയില്ലേ? 5 എണ്ണമായില്ലേ? 5 എണ്ണമായില്ലേ? ആയി. അത് കഴിഞ്ഞ് രണ്ടാമത്തിൽ പിണ്ടനൂലില് കേട്ട 6, കാർത്തിക 7, പൂരം പൂരാടം പൂരട്ടാതി 7 3 10, ഭരണി 11, ആയില്യം 12, തിരുവാതിര 13, ചോതി 14. ഇനി ഇപ്പം പഠിച്ചത് ഉണർദം 15, വിശാഖം 16, രേവതി വന്നു, ചിത്തിര 17, രോഹിണി 18, കാർത്തിക വന്നു, അത്തം 19, തിരുവാതിര വന്നു, കേട്ട വന്നു, അവിട്ടം വന്നു. 19 20 നക്ഷത്രം കുഴപ്പമാണ്. 19 20 നക്ഷത്രത്തിൽ മരിച്ചാൽ കുഴപ്പം തന്നെ. പിന്നെ ഏതാണ് കുഴപ്പമില്ലാത്തത്? ഭൂരിഭാഗവും കുഴപ്പം തന്നെയല്ലേ? ഭൂരിഭാഗവും കുഴപ്പം തന്നെ. ഇതൊക്കെ എങ്ങനെ കേഴിപ്പറക്കി വരയ്ക്കണമെന്നുള്ളതാണ്. ഭൂരിഭാഗവും കുഴപ്പം തന്നെ വരുന്നത്. ഇനി വേറെ ഇതിന്റെ പുറത്തുകൂടി വേറെ കുറെ കാര്യങ്ങൾ കൂടെ അറിയണം. മരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വരികയും മറ്റു ദോഷങ്ങൾ, പഞ്ചാംഗപരമായിട്ടുള്ള മറ്റു ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ബാധിക്കും. ഇപ്പൊ സന്ധ്യ സമയത്ത് മരിച്ചു, അല്ലെങ്കിൽ കറുത്ത വാവിന് മരിച്ചു, സന്ധ്യ സമയത്ത് മരിച്ചു, ഗണ്ണാന്ത സമയത്താണ് മരിച്ചത്, ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ ദോഷങ്ങൾ കൂടുതലൊക്കെ പറയാം. നമുക്ക് കൂടുതൽ ദോഷങ്ങൾ പറഞ്ഞെടുക്കാം. ഇതിപ്പോ എങ്ങനെ മരിച്ചാൽ ഒരു മൃത്യുഞ്ജയ ഹോമം കഴിച്ചാൽ മതി അല്ലേ? 16 കഴിഞ്ഞിട്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതാണ് നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. ഇതൊന്നും ആവശ്യമില്ല. ആവശ്യമില്ലാതെ കോഴി അറക്കുക, ആടിന് ബലി കൊടുക്കുക, അതൊക്കെ നല്ലതല്ല. ജീവജാലങ്ങളൊക്കെ ബലി കൊടുക്കുന്നതൊക്കെ മോശമായ പ്രവണതയാണ്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രാകൃത രൂപത്തിൽ നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരുന്നു. അതൊക്കെ ചെയ്യുന്നത് നല്ലതല്ല. ഈ ദോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെയ്തുകൂടെ സാർ മൃത്യുഞ്ജയ ഹോമം? തീർച്ചയായിട്ടും ചെയ്യാം. ഒരു ദോഷം ഇല്ലെങ്കിലും ചിലർക്ക് ഭയങ്കരമായ ഒരു മടിയും ഒരു ഭയം ഉണ്ടാകും. മനസ്സിനകത്തൊരു ഭയം ഉണ്ടാകും. കാരണം എന്തെങ്കിലും ദോഷമുണ്ടോ? അങ്ങനെ വരണമെങ്കിൽ ഒരു കാര്യം പറയാം. 16-ന് ശേഷം പിണ്ടകർത്താവ് അല്ലെങ്കിൽ ബലിയിടുന്ന ആളും ഗ്രഹനാഥ അല്ലെങ്കിൽ നാഥനായിട്ട് ഒരാൾ കാണും. ഇപ്പോ ഒരു കുടുംബത്തിലെ ഗ്രഹനാഥൻ മരിക്കുകയാണെങ്കിൽ മകനോ ചെറുമകനോ മരുമകനോ ആരെങ്കിലും ആയിരിക്കും ബലിയിടുന്നത്. അപ്പോൾ ഒരു ഗ്രഹനാഥ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അടുത്ത ഒരാളുണ്ടാകും. ഈ 2 പേരെയും പേർക്ക് ഒരു 7 ദിവസം ശിവൻ കോവിലില് മൃത്യുഞ്ജയ അർച്ചന ചെയ്യാൻ പറയണം. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന ഒരു 7 ദിവസം ചെയ്യാൻ പറയണം. അവിടെ അവർക്കൊരു ശാന്തത കിട്ടും. ശിവൻ കോവിലില് മൃത്യുഞ്ജയ അർച്ചന, അത് മതി. ഒരു 30 രൂപ 40 രൂപ എന്തോ വരും ദേവസ്വം ബോർഡിന്റെ കണക്ക്. അത് ഒന്ന് പിണ്ടകർത്താവ്, ഏറ്റവും പ്രധാനം പിണ്ടകർത്താവാണ്, ബലിയിടുന്ന ആള്. പിന്നെ ബലിയിടുന്ന ആളിന്റെയും ഗ്രഹനാഥന്റെയും 2 പേരെയും പേർക്ക് എന്ന് പറയുമ്പോൾ അവർക്കൊരു ശാന്തത കിട്ടും. മൃത്യുഞ്ജയ അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതുമാണ്. 7 ദിവസം 7 ദിവസം ചെയ്യാൻ പറഞ്ഞാൽ മതി.
7, 12, 11, 12, 7, മിനിമം 7. അങ്ങനെ പറയുന്നത് വളരെ ഉചിതമായ രീതിയാണ്. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയറിൽ വരുമ്പോൾ ഈ പിണ്ടനൂൽ ദോഷത്തില് ബലി നക്ഷത്രത്തില് വിശാഖം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശാഖം വരും. ചിലപ്പോൾ വ്യത്യാസമുണ്ട്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർ തയ്യാറാക്കുന്നതാണ്. ചിലപ്പോൾ വിട്ടുപോയാലും മതി. ഇത്രയൊന്ന് കാണാതെ പഠിച്ചു വച്ചിരുന്നാൽ നന്നായിരിക്കും. അതില് മറ്റേ വസുപഞ്ചകം എളുപ്പം. ഒന്നുകൂടി ഞാൻ പറയാം. വസുപഞ്ചകം എളുപ്പം, അവിട്ടം ഉത്രട്ടാതി രേവതി. പിണ്ടനൂൽ ദോഷം വരുന്നത് അത് എളുപ്പം. തൃക്കേട്ട, തിരുവാതിര, ഭരണി, കാർത്തിക, ആയില്യം, അത് കഴിഞ്ഞ് പൂരം, പൂരാടം, പൂരിട്ടാതി, പിന്നെ വരുന്നത് അത് ചോതിയും കൂടി വരും. അത് തീർന്നു. ബലി നക്ഷത്രം വരുന്നത് അത് ഓർമ്മിച്ച് വയ്ക്കാൻ തിരിച്ചുകൊണ്ട് ഉണർദം, വിശാഖം ഒരു സെറ്റ്, ചിത്തിര, അവിട്ടം ഒരു സെറ്റ്, തൃക്കേട്ട, രേവതി ഒരു സെറ്റ്, രോഹിണി, അത്തം ഒരു സെറ്റ്, കൂട്ടത്തിൽ ഒരു നക്ഷത്രം കൂടി ഉണ്ട്, കാർത്തിക. ഇത്രയാണ് ബലി നക്ഷത്രം. ബലി നക്ഷത്രത്തിന് ഒരു മരണം കൂടി നടക്കുമെന്നാണ് കുടുംബത്തില്. പിന്നെ പിണ്ടനൂൽ ദോഷത്തിന് സുഹൃതക്ഷയം ഉണ്ടാകുമെന്നാണ്. ഇത്ര ഇങ്ങനെ ഒരു 2 പ്രാവശ്യം വീട്ടിൽ വെച്ച് ഓർമ്മിക്കണം. ഇതൊക്കെ വളരെ അത്യാവശ്യപ്പെട്ടതാണ്. ആരെങ്കിലുമൊക്കെ വിളിച്ചു ചോദിക്കും. നമ്മൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവര്, കമ്പനിയിലോ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിസ്ഥലം അറിഞ്ഞാൽ ഉടൻ ചോദിക്കും, ഒരു മരണം നടന്നു അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ എപ്പോഴും റെഡിയാക്കി ഇട്ടേക്കണം, അല്ലെങ്കിൽ പറ്റിപ്പോവും. അതിൽ വച്ചിട്ടായിരിക്കും നമ്മളെ അളക്കുന്നത്. നമ്മൾ മറുപടി പറയാൻ പറഞ്ഞാൽ അയാൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കളയും. മറ്റേ 2 മറുപടി കൊടുക്കുമ്പോൾ പിന്നെ അടുത്ത ജാതകങ്ങൾ കൊണ്ടുവരും, നോക്കാൻ കൊണ്ടുവരും. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മളെ ഒരാൾ അംഗീകരിക്കുമ്പോഴും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെയാണ് ജോത്സ്യരായത്. പഠിച്ചു തുടങ്ങുമ്പോഴും നമ്മുടെ അടുത്ത് പലരും ഇങ്ങനെ വന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു നാണക്കേട് തോന്നും. എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ, ഞാൻ എങ്ങനെ പറയും. അപ്പോൾ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അതിനകത്തുണ്ടാവും. അങ്ങനെ നമ്മൾ മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് താല്പര്യം ഉണ്ടാവുക. ശരി, അടുത്ത. സ്ത്രീ മൃത്യുഞ്ജയഹോമം മഹാമൃത്യുഞ്ജയഹോമം രണ്ടാണോ? മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് അതിന്റെ സംഖ്യയെ കുറയ്ക്കും. എങ്കിൽ അതാണ് പറഞ്ഞത്. മഹാമൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ മഹാമൃത്യുഞ്ജയം എത്രയും ഭഗമജാമകെ സുഗന്ധിം പുഷ്ടിവർത്തനം ഉർവാരുഗമേ വന്ദനാ മൃത്യോ മുക്ഷ്യമാമൃതാത്. അതിലെ സപ്തദ്രവ്യം അവർ തീരുമാനിക്കും. 144 വിധം സപ്തദ്രവ്യത്തിൽ ഹോമിക്കണം എന്നുള്ളതാണ്. സാറേ സോഫ്റ്റ്വെയർ ഏതിന്റെയാണ് സാറേ? സോഫ്റ്റ്വെയർ എൻ്റെ കയ്യിൽ കിടക്കുന്നത് പ്രോഫറ്റ് 4 ആണ്. നമ്മുടെ ജ്യോതിഷദീപ്തി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ജ്യോതിഷദീപ്തി മതി, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ എൻ്റെ നേരത്തെ ഉള്ളതാണ് കിടക്കുന്നത്. ജ്യോതിഷദീപ്തി മതി, അതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കി കിട്ടും. അത് നമ്മൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്താൽ മതിയോ? എങ്ങനെ? ഇല്ല, അത് ലാൽ സാറിനെ വിളിച്ചാൽ മതി. ലാൽ സാറിനെ വിളിച്ചാൽ സാർ അത് തീരുമാനം തരും. ശരി ശരി, അത് ചെയ്യണം. അത് വളരെ എന്റെ കിടക്കുന്ന അസ്ട്രോവിഷൻ ആണ് സാറേ. അത് നമുക്ക് മുഹൂർത്തമൊക്കെ തെറ്റാണ്. കിടക്കുന്നതിനെ മാറ്റണ്ട. അത് വേണ്ട ദോഷം ഉണ്ടെങ്കിൽ മാറ്റുക. അല്ലെങ്കിൽ ജ്യോതിഷദീപ്തി ലാൽ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് ജ്യോതിഷദീപ്തി നല്ല ആപ്ലിക്കേഷനാണ്. ജ്യോതിഷദീപ്തി നല്ല ആപ്പാണ്. നമുക്ക് കൈകാര്യം ചെയ്യാനും വളരെ നല്ലതാണ്. എല്ലാ കാര്യവും അതിനകത്തുണ്ട്. ദേവപ്രശ്നത്തിന്റെ കാര്യങ്ങള്, രാഹുകാലം സംബന്ധിച്ച കാര്യങ്ങള്, ത്രിസ്ഫുടം എടുക്കുന്നത്, പിന്നെ പഞ്ചമഹാസൂത്രങ്ങള്, പോര വിഷയങ്ങള്, രാഹുകാലം, യമകണ്ഠം, ഗുളികകാലം, അത് ഇത് എന്തൊക്കെ ഉണ്ടോ എല്ലാം അതിനകത്ത് കിട്ടും. എഫിമെറിക്സ് ഫുള്ള് വരും. അത് ഉപയോഗിക്കാൻ മാത്രം പഠിച്ചുകൊണ്ടാൽ മതി. ബാക്കി എല്ലാം നമുക്ക് സെറ്റപ്പ് ആയിരിക്കും. ശരി, ഇനി അടുത്തത്. സോറി, സഞ്ചയനത്തിന് രാഹുകാലത്തിന്റെ വിഷയം നോക്കണം. രാഹുകാലം അതാണ് നമ്മുടെ ആളുകൾ നോക്കാറുള്ളത്. അത്രയും മാത്രം നോക്കി.
രാഹുകാലത്തിന് ഒരു കുഴപ്പവുമില്ല. രാഹുകാലമായിട്ട് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു യാത്രയ്ക്ക് ഇറങ്ങാതിരിക്കുക. അല്ലാതെ രാഹുകാലത്ത് വിവാഹം നടത്തുന്നത് കൊണ്ടോ പാല് കാച്ചുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അത് മാത്രമേ അറിയാവുള്ളൂ. ഓക്കെ സർ. ഗുളികകാലം പറ്റില്ല അല്ലെ? ഗുളികകാലം എങ്ങനെ? ഗുളികകാലം എടുക്കൂല അല്ലെ? ഗുളിക ഉദയ സമയം എടുക്കരുത്. ഗുളിക ഉദയ സമയം നല്ലതല്ല. അത് ഈ കാലമല്ല, ഗുളികന്റെ ഉദയ സമയം. ഗുളിക ഉദയ രാശിയിൽ ഒരു കാര്യവും ചെയ്യരുത്. അത് സഞ്ചയനത്തിനും അങ്ങനെ തന്നെയാണ്. സഞ്ചയനത്തിന് പ്രാധാന്യമുണ്ട്. സഞ്ചയനത്തിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഗുളിക ഉദയ സമയം എടുക്കരുത്. അത് നല്ലതല്ല. കാലം പ്രശ്നമാണ്. സഞ്ചയനത്തിന്റെ കാര്യത്തിൽ അത് പറയുന്നില്ല. വൃഷ്ടി കരണം എടുക്കരുതെന്നേ പറയുള്ളൂ. ഗുളികകാലം വേണമെങ്കിൽ ഒഴിവാക്കണമെന്നും കൂടെ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ വേറെ ഉണ്ട്. സഞ്ചയനം പരമായ കാര്യം മരണാനന്തര കാര്യങ്ങളായതുകൊണ്ട് അതൊന്നും ദോഷമല്ല എന്ന് പറയാം. ഇനി യാത്ര നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സർ, വാഹനം വാങ്ങുന്നത് പറഞ്ഞു. വാഹനം വാങ്ങുന്നത് എടുക്കാം. യാത്ര കഴിഞ്ഞിട്ട് വാഹനം, അടുത്ത ഒരു ക്ലാസ് കൂടി വരും, അവര് വാഹനമൊക്കെ പോകും. യാത്രയെ സംബന്ധിച്ച് നമുക്ക് നോക്കിയാൽ നടത്താൻ വലിയ പാടാണ്. അത് മുൻകൂട്ടി നോക്കിയാൽ ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്കിപ്പോഴും ഡൽഹിയിൽ പോകണം, ഒരു ഇന്റർവ്യൂ എന്തെങ്കിലും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എൻ്റെ അനിയന്റെ മകൻ ഡൽഹിയിൽ പോയി. പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്ന ഒരു പരിപാടി എന്തോണ്ടല്ലോ, മൻ കി ബാത്ത്. അതിൽ ചോദ്യം ചോദിക്കാൻ ജില്ലയിൽ അവന് സെലക്ഷൻ കിട്ടിപ്പോയി. അതിന് അവര് ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡേറ്റിന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, തിരിച്ച് ഇങ്ങോട്ട് ട്രെയിൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നക്ഷത്രവും തിരിയും ഭാരവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി പോകുന്നു, കുറച്ച് ദൂരെ എവിടെയും മുംബൈയിലോ എവിടെയെങ്കിലും പോകുന്നു, നമ്മുടെ ബ്രദറിന്റെ മക്കളെയോ സിസ്റ്ററിന്റെ മക്കളെയോ കല്യാണത്തിന് ബാംഗ്ലൂർ എവിടെയും പോകുന്നു. നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടത്തിൽ ഒരു 8-10 പേര് ചേർന്ന് വണ്ടി ബുക്ക് ചെയ്യും. ആരെ നക്ഷത്രം നോക്കും? ഒരു വണ്ടി ബുക്ക് ചെയ്തു, ഒരു ട്രെയിൻ ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു വണ്ടി ബുക്ക് ചെയ്ത് പോവുകയാണ്. ഇതിൽ ആരെ നക്ഷത്രം നോക്കും? യാത്ര പോകണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാനാണ് പറഞ്ഞു തരുന്നത്. ഒരു കാലഘട്ടത്തില് യാത്ര എന്ന് പറഞ്ഞാൽ വേറെ ചില ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്ത് പോകുന്നത് വേറെ ഉദ്ദേശത്തിനായിരിക്കും. ഇന്ന് എല്ലാം അറേഞ്ച് ചെയ്യാൻ വലിയ പാടാണ്. എന്നിരുന്നാലും പറയുന്നത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, എളുപ്പത്തിൽ പറഞ്ഞു തരാം. നക്ഷത്രമൊക്കെ നാളുകൾ എടുക്കുന്നത് ഒരു കുഴപ്പവുമില്ല. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിന് എല്ലാത്തിനും നാളുകൾ എടുത്തിട്ട് 3-5-7 നക്ഷത്രവും നമ്മൾ കർത്തൃദോഷം പഠിച്ചല്ലോ. 3-5-7 നക്ഷത്രം, 3-ാം നക്ഷത്രമാണ്. 5-7 എടുത്താലും കുഴപ്പമില്ല. 3-ാം നക്ഷത്രം എടുക്കരുത്. പിന്നെ അഷ്ടമരാശി കൂറിൽ വരരുത്. അഷ്ടമരാശിയിൽ വേണ്ട നക്ഷത്രത്തിന് എടുക്കരുത്. പാപവാരത്തിനെ ഒഴിവാക്കണം. ചതുർത്ഥി, ചതുർദശി, നവമി, അഷ്ടമി, കറുത്തവാവ്, പ്രതിപദവും എടുക്കരുത്. പ്രതിപദം ഇത്രയും എടുക്കരുത്. ഇത്രയും കാര്യം നോക്കിയിട്ട് ഒരു ടൈം അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ. ഇവിടെ വരണത് ചിത്തിര ഒഴികെയുള്ള നാളുകളും മൂലവും യാത്രയ്ക്കുള്ള, അതായത് മൂലം നക്ഷത്രം എടുക്കാം, ചിത്രയെ ഒഴിവാക്കണം. നാടുകളിൽ ചിത്രയെ ഒഴിവാക്കിയിട്ട് മൂലവും കൂടി ചേർത്തുള്ള, ഇത്രയാണ് നല്ലത്. നമുക്ക് അറിഞ്ഞുകൂടാത്തത് നമ്മുടെ പഠിക്കാത്തതൊക്കെ ഒരുപാട് മുഹൂർത്തങ്ങൾ ചോദിച്ചുകൊണ്ട് വരും ഓരോരുത്തർക്ക്. എനിക്കൊരു വണ്ടി എടുക്കണം മുഹൂർത്തം, അല്ലെങ്കിൽ വീട് പൊളിക്കണം മുഹൂർത്തം. നിങ്ങൾ എങ്ങനെ എടുക്കും? വീട് പൊളിക്കുന്നതിന് മുഹൂർത്തം. ഒരു പഴയ വീടിരിക്കുന്ന പൊളിച്ചിട്ട് വേറെ പുതിയ വീടിരിക്കുന്ന പൊളിക്കാനൊരു മുഹൂർത്തം. പൊളിക്കാൻ മുഹൂർത്തം നോക്കണോ? പൊളിച്ച് കളയുന്നതല്ലേ. വീടിന് അസ്ഥിവാരം, വീടിന് ബേസ്മെന്റിന് നമുക്ക് കൊടുക്കാം, വീട് തുടങ്ങുന്നതിന് കൊടുക്കാം, വീട് പാല് കാച്ചുന്നതിന് കൊടുക്കാം, കട്ടള വയ്ക്കുന്നതിന് കൊടുക്കാം, വാർക്കുന്നതിന് കൊടുക്കാം. അതൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാം. വീട് പൊളിക്കുന്നതിന് എങ്ങനെ മുഹൂർത്തം എടുക്കും? ഇതെവിടെ പറയുന്നത്? നമ്മളെ ബുക്കിൽ എവിടെ പറയുന്നു വീട് പൊളിക്കുന്നതിന് മുഹൂർത്തം? അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കണം. അയാളെ 3-5-7 നക്ഷത്രവും വർജിച്ച് അഷ്ടമരാശിയിൽ വരുന്ന ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു ഡാറ്റ അങ്ങ് പറഞ്ഞു കൊടുക്കണം, അത്ര തന്നെ.
എന്നൊരു കാര്യം തന്നെ പറയണം. പൊളിക്കുന്നതിന് മുഹൂർത്തമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കണം. ഇവിടെ യാത്രയ്ക്ക് ചിത്രയെ ഊൾനാടുകളിൽ ചിത്ര വേണ്ട, അതിന് വരെ മഹത്വം ചേർത്തുള്ള. പിന്നെ സ്ഥിരരാശികൾ എടുക്കരുത്. സ്ഥിരരാശിയിലും മിഥുനത്തിലും ലഗ്നം വന്നിട്ട് സ്ഥിരരാശിയും വരരുത്, മിഥുനവും വരരുത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, സ്ഥിരരാശിയിൽ യാത്ര ചെയ്യരുത്. ലഗ്നം സ്ഥിരരാശി ആയിരിക്കുമ്പോൾ യാത്ര പാടില്ല. യാത്രയ്ക്ക് ഇറങ്ങരുത്. അല്ല, യാത്ര നടക്കുന്നത് പിന്നെ ചരം ഉഭയം വന്നുകൊണ്ടിരിക്കുകയല്ലേ. യാത്രയ്ക്ക് ഇറങ്ങരുത്. സ്ഥിരരാശിയും മിഥുനം എടുക്കരുത്. അപ്പോൾ 5 രാശി ഒഴിവാകും. 4-ാമിടത്ത് ചന്ദ്രൻ പാടില്ല. നാലാം ഭാവം ശുദ്ധമാണ്. 4-ല് ചന്ദ്രൻ, കാരകൻ ഭാവത്തില് ഒരു യാത്ര 4 സംബന്ധമായ കാര്യമാണ് എന്നുള്ള അർത്ഥത്തിലായിരിക്കും. 4-ല് ചന്ദ്രനും പാടില്ല. ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ. ഇനി വടക്കോട്ട് പോകാൻ, പ്രത്യേകിച്ച് ബുക്കിൽ കിടക്കുന്നതൊക്കെ പറഞ്ഞുതരാം. കിഴക്കോട്ട് പോകാൻ ഒരു പറയുന്നുണ്ട്, തെക്കോട്ട് പോകാൻ, നിര്യതി കോണിലേക്ക് പോകാൻ, പടിഞ്ഞാറോട്ട് പോകാൻ, വായുകോണിലേക്ക് പോകാൻ, വടക്കോട്ട് പോകാൻ, കിഴക്കോട്ട് യാത്രയ്ക്ക് പോകാൻ, തെക്കോട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പറയുന്നു. ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓരോ ദിക്കിലും യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേക നക്ഷത്രങ്ങൾ, ഇതൊക്കെ ആരെ കൊണ്ട് കഴിയും? ഇതൊന്നും നടക്കുന്നതല്ല. അപ്പോൾ ഊൾനാടുകളിൽ ചിത്തിര വേണ്ട, അതിന് പകരം മൂലം നക്ഷത്രം ചേർത്തുള്ള. പിന്നെ വരുന്നത് ലഗ്നം വന്നിട്ട് സ്ഥിരരാശിയും മിഥുനവും വരരുത്. അത് കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്ന ആളിന്റെ പിറന്നാൾ ഒന്നിനും എടുക്കരുത്. യാത്ര ചെയ്യുന്ന ആളിന്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം ഒന്നിനും എടുക്കരുത്. ഇനി ജലയാത്രയ്ക്ക് മകരം രാശി പാടില്ല. ജലയാത്രയാണെങ്കിൽ മകരം രാശി പാടില്ല. മകരം രാശി സമയത്ത് ജലയാത്ര ചെയ്യരുത് എന്നുള്ളതാണ്. നമുക്കിവിടെ പറഞ്ഞാൽ നടക്കുമോ? ബോട്ടിംഗ് സർവീസ് രാവിലെ 9-8 മണിക്ക് തുടങ്ങും. 8 മണി തുടങ്ങിയിട്ട് 4 മണി വരെ എന്നൊരു ടൈം കൊടുത്തേക്കും. ആ 4 മണി അല്ലെങ്കിൽ 3 മണി അല്ലെങ്കിൽ 4 മണി വരെ അവർ ബോട്ടിംഗ് സർവീസ് നടത്തും. അതിൽ മകരം രാശിയുടെ ഇടയിൽ വന്നിട്ട് പോയാലും അവർ നടത്തും. അതൊക്കെയാണ് ദുരിതം ഉണ്ടാകുന്നത്. മകരം രാശി തോണി യാത്രയ്ക്ക് അല്ലെങ്കിൽ ജലയാത്രയ്ക്ക് മകരം രാശി എടുക്കരുത്. ഇത്രയും പറയാനുള്ളൂ. ഒന്ന് എഴുതണം. യാത്ര ഊൺനാളുകളിൽ ചിത്തിരയെ ഒഴിവാക്കണം. ഊൺനാളുകളിൽ ചിത്തിരയെ ഒഴിവാക്കണം. മൂലം നക്ഷത്രം എടുക്കാം. മൂലം നക്ഷത്രം എടുക്കാം. അടുത്ത ലഗ്നം സ്ഥിരരാശിയും മിഥുനം രാശിയും ലഗ്നമായി വരരുത്. യാത്ര ചെയ്യുന്ന ആളിന്റെ നക്ഷത്രം പാടില്ല. ജന്മനക്ഷത്രത്തിൽ യാത്ര ചെയ്യരുത്, യാത്ര തുടങ്ങരുത്. യാത്ര ചെയ്യുന്നത് ആയിക്കൊള്ളാം. 2-3 ദിവസം യാത്ര വരുന്നെങ്കിൽ ജന്മനക്ഷത്രത്തിൽ യാത്ര പോകുന്നത് കുഴപ്പമില്ല. പക്ഷെ യാത്ര തുടങ്ങുന്നത് ജന്മനക്ഷത്രത്തിൽ പാടില്ല. അടുത്തത് കഴിക്കാം. ഗണ്ണാന്തം വിഷ്ടി, ഗണ്ണാന്ത നക്ഷത്രം വിഷ്ടി, കരണം എന്നിവയും യാത്രയ്ക്ക് നല്ലതല്ല. ഗണ്ണാന്ത സമയം എന്ന് വെച്ചാൽ ഗണ്ണാന്ത നക്ഷത്രം ഫുള്ള് വേണ്ട. ഗണ്ണാന്ത സമയം 4-ാം പാദം അല്ലെങ്കിൽ ആദ്യ പാദം 4-ാം പാദം ഉണ്ടല്ലോ,
എഴുതണം, പറഞ്ഞുതരാം. ഗണ്ണാന്ത സമയം, വിഷ്ടികരണം എന്നിവയും പാടില്ല. ഗണ്ണാന്ത സമയം, വിഷ്ടികരണം എന്നിവയും പാടില്ല. അടുത്തത് പെട്ടെന്ന് തീരുമാനിക്കുന്ന യാത്രയ്ക്ക് മുഹൂർത്തം ചിന്തിക്കാൻ പ്രയാസമായിരിക്കും. ഇതാണ് നമുക്ക് അത്യാവശ്യപ്പെട്ട പോയിന്റ്. പെട്ടെന്ന് തീരുമാനിക്കുന്ന യാത്രയ്ക്ക് നമുക്ക് മുഹൂർത്തം എടുക്കാൻ പ്രയാസമായിരിക്കും. ഈ അവസരങ്ങളിൽ പ്രഭാത സമയം യാത്രയ്ക്ക് സ്വീകരിക്കാം. രാവിലെ പ്രഭാത സമയം യാത്രയ്ക്ക് നന്നായിരിക്കും. ഈ അവസരത്തിൽ സൂര്യനെ നമസ്കരിച്ച് പഞ്ചാക്ഷരവും ജപിച്ചു കൊണ്ടുപോകുന്നത് നല്ലത്. സൂര്യനെ നമസ്കരിച്ച് പഞ്ചാക്ഷര മന്ത്രവും ജപിച്ചു കൊണ്ടുപോകുന്നത് നല്ലത്. എന്ത് അപ്പോഴെങ്ങനെയാണ്? മനസ്സിലായോ? ഗണ്ടാന്ത സമയം ഇത് പറ്റില്ല എന്നല്ലേ? ഗണ്ണാന്ത സമയം എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രം ചിത്തിര ഒഴികെയുള്ള ഊൺനാളുകളിൽ അശ്വതി വരികയാണ്. അപ്പോൾ അശ്വതിയുടെ തുടക്കം എടുക്കരുത് എന്നർത്ഥം. അശ്വതിയുടെ ആദ്യത്തെ പാദം ഗണ്ണാന്ത സമയമാണ് അർത്ഥം. അശ്വതി നക്ഷത്രം എടുക്കുന്നതിന് കുഴപ്പമില്ല. അശ്വതിയുടെ ഒന്നാമത്തെ പാദത്തില് അശ്വതി തുടങ്ങി വരുന്നതാണ് ഗണ്ണാന്ത സമയം, അത് എടുക്കരുത്. അതുപോലെ രേവതി എടുക്കുമ്പോൾ രേവതിയുടെ അവസാനത്തെ പാദം എടുക്കരുത്. അതൊക്കെ സൂക്ഷിക്കണം. അതാണ് എന്ത് രാഹുകാലം പറഞ്ഞില്ല. രാഹുകാലം നമുക്കറിയാം. രാഹുകാലം യാത്രയ്ക്ക് എടുക്കണ്ട. അത് വേണമെങ്കിൽ രാഹുകാലം യാത്രയ്ക്ക് എടുക്കണ്ട. ഈ രാഹുകാലം ഞാൻ രണ്ടാമത് സംസാരിക്കാം. പിന്നെ ഇനി അടുത്ത നമുക്കറിയേണ്ടത് പെട്ടെന്ന് യാത്ര വരും. ഇപ്പം നമുക്ക് എല്ലാവർക്കും യാത്ര വരുന്നത് പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് യാത്ര വരും, അല്ലെങ്കിൽ മുഹൂർത്തം നമുക്ക് എടുക്കാൻ കഴിയാത്ത രീതിയിൽ യാത്ര വരും. നക്ഷത്രവും തിഥിയും ഒന്നും നോക്കാൻ കഴിയില്ല. യാത്രയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര പോകണമെങ്കിൽ നമ്മൾ വണ്ടി, ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിന് പോകേണ്ടി വരും. പിന്നെ എങ്ങനെ സമയം നോക്കേണ്ടി വരും? ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ മറ്റന്നാൾ തിങ്കളാഴ്ച ബാംഗ്ലൂർ പോകണം, ഫ്ലൈറ്റിൽ പോകണം. അപ്പോൾ ഫ്ലൈറ്റ് 9:30 മണിക്കോ 10 മണിക്കോ ഫ്ലൈറ്റ്, 8 മണിക്ക് അവിടെ എത്തണം. 8 മണിക്ക് അവിടെ എത്തണമെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് 6 മണിക്കെങ്കിലും ഇറങ്ങണം. അത് ഇറങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതാണ് അടുത്ത് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം. പ്രഭാത സമയത്ത് രാവിലെ ഇറങ്ങുക. അതിൽ ഇറങ്ങുമ്പോൾ ഈ 5 രാശിയും ഒഴിവാക്കി ഇറങ്ങിയാൽ നന്നായിരിക്കും. സ്ഥിര രാശിയും ഒഴിവാക്കി മിഥുനൻ രാശിയും ഒഴിവാക്കിയിട്ട് പ്രഭാത സമയത്ത് ഇറങ്ങുമ്പോൾ ആദിത്യ ദേവനെയും സ്മരിച്ച് പഞ്ചാക്ഷരിയും ജപിക്കണം. പഞ്ചാക്ഷരി ഒരു 100 എണ്ണം 108 ജപിച്ചാൽ നന്നായിരിക്കും. ആദിത്യ ദേവനെ എങ്ങനെ ജപിക്കും? ആദിത്യ ഹൃദയമൊക്കെ അറിയാമോ? അല്ലെങ്കിൽ സൂര്യ ഗായത്രി ജപിച്ചാലും മതി. സൂര്യ ഗായത്രി വേണമെങ്കിൽ പറഞ്ഞു തരാം.
സൂര്യഗായത്രി അറിയാമോ? ഇല്ല സർ. പ്രഭാകരായ വിദ്മകേ പ്രഭാകരായ വിദ്മകേ ദിവാകരായ ധീമഹി പ്രഭാകരായ വിദ്മകേ ദിവാകരായ ധീമഹി തന്നോ സൂര്യപ്രചോദയാത് തന്നോ സൂര്യപ്രചോദയാത്. പ്രഭാകരായ വിദ്മകേ ദിവാകരായ ധീമഹി തന്നോ സൂര്യപ്രചോദയാത്. ഒരു 21 ജപിക്കാൻ പറയണം. എന്നിട്ട് പഞ്ചാക്ഷരി മന്ത്രം, പഞ്ചാക്ഷരിയോ ശക്തി പഞ്ചാക്ഷരിയോ, ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഒരു 108 ഇത്രയും രാവിലെ ജപിച്ചിട്ട് പോകുന്നതിന് മുമ്പ് ജപിച്ചിട്ട് അങ്ങ് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിനൊരു ധൈര്യം കിട്ടും. ഇതാണ് ഏറ്റവും നല്ലത്. ഇതേ നടക്കുകയുള്ളൂ. സർ പ്രഭാകരായ ദിക്മഹിയാണോ? ധീമഹി പ്രഭാകരായ ഫസ്റ്റ് ലൈൻ പ്രഭാകരായ ദിക്മഹ എന്ന്. ഫസ്റ്റ് ലൈൻ പ്രഭാകരായ വിദ്മകേ ദിവാകരായ ധീമഹി. ബി ആണോ? ഫസ്റ്റ് ബി ആണോ ദി ആണോ? ദീ ആണ്. ദിമഹി ദി ആണല്ലേ? ധീമഹി ബുദ്ധി എന്നുള്ളതാണ്. ധീമഹി തന്നോ സൂര്യപ്രചോദയാത് തന്നോ സൂര്യപ്രചോദയാത്. പ്രഭാകരായ വിദ്മകേ ദിവാകരായ ധീമഹി തന്നോ സൂര്യപ്രചോദയാത്. ഇതേ നടക്കുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് അല്ലാതെ നടക്കുന്ന കാര്യം വലിയ പാടാണ്. സർ പഞ്ചാക്ഷരി ഓം നമ ശിവായ, ശക്തി പഞ്ചാക്ഷരി ഓം ഹ്രീം നമ ശിവായ. ശിവപാർവതിമാരെ രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതാണ്. ഈ പഞ്ചാക്ഷരി ഓം ഹ്രീം നമ ശിവായ 108 2 മിനിറ്റ് വേണം. കൂടി പെയ്യാ 2 മിനിറ്റ്, അത്ര 2 മിനിറ്റും വേണ്ട. ഓം നമ ശിവായ 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 2 മിനിറ്റ് വേണം. അത് കുറെ കൂടി എന്ന് പറഞ്ഞുകൊണ്ടും കുഴപ്പമില്ല, കുറെ കുറഞ്ഞു പറഞ്ഞും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജപിച്ചിട്ട് ഓം ക്രീം നമ ശിവായ ഓം നമോ നാരായണ. അത് ഇങ്ങനെ ജപിക്കാറുണ്ട്. അത് ഓം നമോ നാരായണ എന്ന് പറയുന്നത് അഷ്ടാക്ഷരി, അത് വിഷ്ണുവിന്റെ ആണ്. ഓം നമോ നാരായണ അഷ്ടാക്ഷരി മന്ത്രം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അത് അഷ്ടാക്ഷരി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാലും മതി. ഓം നമ ശിവായ പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ മനസ്സിന് നമ്മുടെ ഇഷ്ടദേവൻ വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിനെ ജപിക്കുന്നതിന് കുഴപ്പമൊന്നും, അതൊക്കെ അവരവരെ ഇഷ്ടം. അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇനി പുതിയ വാഹനങ്ങളിൽ കയറുന്നതിന്, പുതിയ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതിന് അതിന് നാടുകൾ നല്ലതാണ്. പുതിയ വാഹനവുമായി ബന്ധപ്പെടുന്ന കാര്യത്തിന് നാടുകൾ നല്ല നാടുകളാണ്. ഏറ്റവും ഇന്നത്തെ കാലത്ത് പഞ്ചാംഗത്തില് പഴയ കാലത്ത് ഇതൊന്നും ഇല്ലെങ്കിലും ഇന്ന് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ആൾക്കാർക്ക് വാഹനം പ്രയോഗിക്കാണ്. പുതിയ വാഹനം കാണുമ്പം പഴയതിനെ വിറ്റിട്ട് ഉടൻ പുതിയതെടുക്കും. ബൈക്കോ കാറോ പുതിയതെടുക്കുന്നത് വളരെ ഇപ്പോഴും അറിഞ്ഞിരിക്കുന്നതാണ്. അത് പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ട്. വലിയ പഞ്ചാംഗത്തിൽ 85ാമത്തെ പേജുണ്ട്. രോഹിണി പുണർദം മകം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം ഉത്രാടം തിരുവോണം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ കൊള്ളാൻ വെച്ചിട്ടുണ്ട്. 1, 2,
3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. അതായത് നമ്മൾ എളുപ്പത്തിൽ അറിയേണ്ടത് ഊൺ നാളുകളെല്ലാം എടുത്തോളാം. ഇത് തന്നെ, വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതിനകത്ത് 3, 5, 7 നക്ഷത്രത്തിനെ കളയണം. 3, 5 കളഞ്ഞാൽ മതി. 3 കളഞ്ഞാൽ മതി. 5 കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അഷ്ടമരാശി പൂർവ്വമാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാമല്ലോ. പാപഭാരം എടുക്കരുത്. ചൊവ്വാഴ്ച മുറയ്ക്കൊന്നും വാഹനത്തിൽ കയറാൻ വേണ്ടി കൊടുക്കരുത്. ചൊവ്വ നല്ലതല്ല. ചൊവ്വ വാഹനത്തിന്റെ കാരകൻ ശുക്രനാണ്. ചൊവ്വ മെഷീനറിയുടെയൊക്കെ ആളാണ്. വാഹനത്തിന്റെ കാരകത്വം ചൊവ്വയ്ക്കുമുണ്ട്, ശുക്രനുണ്ടെങ്കിൽ ചൊവ്വാഴ്ച നല്ലതല്ല. പിന്നെ ശനിയാഴ്ച പാപഭാരമുണ്ട്. സപ്തമി, ഏകാദശി, പൗർണമി, പക്കങ്ങളും, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, ചിങ്ങനും, മീനം ഈ ലഗ്നങ്ങളും കൊള്ളാം. തിഥി മോശപ്പെട്ട തിഥികളെ മാത്രം കളഞ്ഞാൽ മതി. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം വേണ്ട, വൃശ്ചികം, ധനു, മകരം, കുംഭം വേണ്ട, മീനം ഈ ലഗ്നങ്ങളും കൊള്ളാം. ഇനി ലഗ്നങ്ങൾ പറയുന്നത് മേടം, ഇടവം രണ്ടും വേണ്ട, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി 4 കൊള്ളാം. മേടം, ഇടവം വേണ്ട, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി കൊള്ളാം. കന്നി, തുലാം വേണ്ട, വൃശ്ചികം, ധനു കൊള്ളാം. മകരം, കുംഭം വേണ്ട, മീനം കൊള്ളാം. ഇത്രയും ലഗ്നങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത്. കാറ് മുതലായ വാഹനങ്ങളിൽ കയറുന്നതിന്, കാറിൽ കയറുന്നതിനോ, കാറ് വാങ്ങുന്നതിനോ, പുതിയ കാറ് ഇറക്കാനോ പറ്റിയത് ഇതാണ്. അതായത് 4-ാം ഭാവം കൂടി നന്നായിരിക്കണം. വാഹനം 4-ാം ഭാവം കൊണ്ടാണ് വാഹനം പറയുന്നത്. ശുക്രൻ കേന്ദ്രത്തിൽ വരുന്നത് നന്നായിരിക്കും. ഇതൊക്കെ ബുക്കിൽ പറയുന്നതല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശുക്രൻ കേന്ദ്രത്തിൽ വരിക, പിന്നെ ശുക്രന് പാപമധ്യസ്ഥിതി, പാപബന്ധമുള്ള കാലഘട്ടം, ശുക്രന് മൗഢ്യം വരുന്ന കാലഘട്ടം ഒന്നും എടുക്കരുത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബുക്കിലെല്ലാം ഒന്നും പറയൂല. എല്ലാ കാര്യത്തിനും ഇപ്പൊ വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. വിവാഹത്തിന് ശുക്രനും വ്യാഴത്തിനും മൗഢ്യം പാടില്ല. ബാല്യ വാർദ്ധക്യങ്ങൾ മൗഢ്യം പാടില്ല. ഓർമ്മയുണ്ടോ? പഠിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട് സാറേ. കാര്യം ശുക്രനാണ്. ശുക്രനും വ്യാഴവുമാണ് വിവാഹത്തിന്റെ കാരകന്മാര്. പിന്നെ ഇതിന് നമ്മള് എഴുത്തിനിരുത്തുക അല്ലെങ്കിൽ വിദ്യാരംഭത്തിന് ബുധന് മൗഢ്യം പാടില്ല. അതിന്റെ കാരകനായതുകൊണ്ട് വാഹനത്തിന് ശുക്രൻ ഒരു പ്രധാന ഘടകമാണ്. ശുക്രന് മൗഢ്യമുള്ള കാലമോ, മൗഢ്യവും കുഴപ്പമില്ല, പാപയോഗവും പാപമധ്യസ്ഥിതിയൊക്കെ വരുന്ന സമയങ്ങള് വാഹനം എടുക്കാതിരിക്കുന്നത് നല്ലത്. പുതിയ വാഹനങ്ങളിൽ കയറാതിരിക്കുന്നത് നല്ലത്. 4-ാം ഭാവം ശുദ്ധിയാകണം. അപ്പോൾ ഊൺ നാളുകൾ എടുക്കാം. പിന്നെ തിഥി നമുക്ക് അറിയാവുന്നുള്ളത് തന്നെ. ചതുർദശി, നവമി, അഷ്ടമി, കർത്തവാവ്, പ്രഥമ തിഥിയും കൂടി അങ്ങ് ഒഴിവാക്കണം. വേണമെങ്കിൽ ശുക്ലപക്ഷ പ്രഥമയും ഒഴിവാക്കണം. ശുക്ലപക്ഷ പ്രഥമയ്ക്ക് ബലമില്ല. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ, ചതുർത്ഥി, ചതുർദശി, നവമി, അഷ്ടമി, കറുത്തവാവ് ഇത്രയും തിഥികൾ ഒഴിവാക്കണം. ഊൺ നാളുകൾ എടുക്കാം. 3-ാം നാൾ ഒഴിവാക്കണം. പിന്നെ വരുന്നത് 4-ാം ഭാവം ശുദ്ധിയാകണം. ശുക്രന് പാപമധ്യസ്ഥിതികളോ മൗഢ്യമോ പാടില്ല. ഇനി ലഗ്നം വന്നിട്ട് മേടം, ഇടവവും വേണ്ട, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി എടുക്കാം. തുലാം വേണ്ട, വൃശ്ചികം എടുക്കാം. വൃശ്ചികം, ധനു എടുക്കാം. മകരം, കുംഭം വേണ്ട, മീനം എടുക്കാം. ഇത്രയും നോക്കി പറഞ്ഞു കൊടുത്താൽ മതി. ഇത്രയും നോക്കിയിട്ട് ഇതിന് വേറെ ഒന്നും ചെയ്യണ്ട. ബുക്കിൽ എഴുതിയിട്ടിട്ട് ബുക്കിന് അടുത്ത് ഇട്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോപ്പി എടുത്ത് മൊബൈലിൽ പതിച്ചിട്ടിരുന്നാൽ ഓഫീസിൽ വെച്ച് ചോദിക്കണമെങ്കിൽ അതിനെ നോക്കിയിട്ട് അങ്ങ് കൊടുത്താൽ മതി. കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പഠിച്ചു വരുന്നവരെ ബുദ്ധിമുട്ട് വരും. ഒന്ന് എഴുതാം. പുതിയ വാഹനത്തിൽ കയറുന്നതിന്
ഊൺനാളുകൾ അത്രയും കൊള്ളാം. ഊൺനാളുകൾ അത്രയും കൊള്ളാം. രിക്തതിഥി, പ്രതിപദം, അഷ്ടമി, കർത്തവാവ് എന്നിവ ഒഴിവാക്കണം. ഇത് എല്ലാത്തിനും ഒഴിവാക്കിക്കൊള്ളണം. വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുകയാണ്. രിക്തതിഥി, അഷ്ടമി, കർത്തവാവ്, പ്രതിപദം എന്നിവ ഒഴിവാക്കണം. സർ, ശുക്ലപക്ഷ പ്രതിപദമല്ലേ? അതാ രണ്ടും ശുക്ലപക്ഷ പ്രതിപദമാണ് ഏറ്റവും അത്യാവശ്യം, മറ്റത് കുഴപ്പമില്ല. ശുക്ലപക്ഷ പ്രതിപദം എന്ന് പറയുമ്പോൾ കർത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രതിപദമാണ്. കർത്തവാവിന്റെ ക്ഷീണത തീരൂല, അതാണ് എൻ്റെ ഉദ്ദേശം. ഈ മരുന്ന് കഴിച്ചിട്ട്, ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് മറുപഥ്യം എന്ന് പറയുന്നത് പോലെ, മരുന്ന് തീരുന്നതിന്റെ പിറ്റേ ദിവസവും കൂടി പഥ്യം നോക്കണമെന്ന് പറയും എന്ന് പറയുന്നത് പോലെയാണ്. ഒരു എക്സാമ്പിളിന് പറഞ്ഞതാണ്. ചന്ദ്രന്റെ ആ കറുത്ത പക്ഷത്തിന് അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ കറുത്തതിന്റെ ക്ഷീണത തീരൂല. ലഗ്നം, മേടം, ഇടവം, തുലാം, മകരം, കുംഭം എന്നിവ ഒഴിവാക്കണം. ആദ്യത്തെ 2, പിന്നെ 4 പോയിട്ട് വീണ്ടും 1, പിന്നെ 2 പോയിട്ട് വീണ്ടും 2. 4-ാം ഭാവം ശുദ്ധിയാകണം. ശുഭഗ്രഹങ്ങൾ കേന്ദ്രത്തിൽ വരുന്നത് നല്ലത്. 4-ാം ഭാവം ശുദ്ധിയാകണം. ശുഭഗ്രഹങ്ങൾ കേന്ദ്രത്തിൽ വരുന്നത് നല്ലത്. ശുക്രന് പാപമധ്യസ്ഥിതി, മൗഢ്യം ഒന്നും പാടില്ല. ശുക്രന് പാപമധ്യസ്ഥിതി, മൗഢ്യം എന്നിവ പാടില്ല. പാപഭാരവും എടുക്കണ്ട. പാപഭാരത്തിന് ഞായറാഴ്ചയൊന്നും എടുക്കാൻ പറ്റൂല. കാര്യം എന്താണ്? ഞായറാഴ്ച പുതിയ വാഹനത്തിൽ കയറാൻ ഒരു തടസ്സം വരും. പറഞ്ഞു നോക്കണം. ഹോളിഡേ അല്ലേ സാറേ? ഹോളിഡേ, ഓഫീസുകൾ തുറക്കൂല. അത് തന്നെ. നമ്മള് വാഹനത്തിന് അവരുടെ ഓഫീസ് തുറക്കൂല. നമ്മൾ പോയിട്ടും കാര്യമില്ല. പിന്നെ രാവിലെയൊക്കെ നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ കിടക്കാനൊക്കെ പാടില്ല. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യമുണ്ട്. നമ്മുടെ വാഹനം ഇറക്കിയാൽ എല്ലാവരും ആദ്യം പോകുന്നത് അമ്പലത്തിലായിരിക്കും പോകുന്നത്. കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ഗണപതി ഭഗവാനെയോ ആരെങ്കിലും പൂജിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത് അമ്പലത്തിലായിരിക്കും. താക്കോല് പൂജിക്കാൻ വേണ്ടിയോ വണ്ടിക്ക് ഒരു പൂജ, പോറ്റിയായിട്ട് ഒരു പൂജ നടത്തിക്കാനും നമ്മൾ കൊണ്ടുപോകും. അതെല്ലാം കൂടി കണക്കാക്കിയുള്ള മുഹൂർത്തമായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. മുഹൂർത്തം കുറിക്കാൻ നമ്മൾ പറഞ്ഞതല്ല, വേറെ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. മുഹൂർത്തം കുറിക്കുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എടുത്തു കൊടുക്കുമ്പോൾ അയ്യോ കൗല് തുറക്കൂലല്ലോ എന്ന് പറയും. രാവിലെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഓഫീസ് തുറക്കൂലല്ലോ എന്ന് പറയും. എല്ലാം കൂടി കഴിയുമ്പോൾ പിന്നെ അവർ പറയുന്ന സമയത്തിന് എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പോഴിവിടെ ലഗ്നം ശരിയാവൂല. ഇതൊക്കെ ഭയങ്കര പാടാണ്. ഇങ്ങനെയുള്ള കർക്കിടക ലഗ്നം കുഴപ്പമില്ല സാറേ. കർക്കിടക ലഗ്നം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാനുള്ള ഷോറൂം തുറക്കൂല. ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞാൽ ക്ഷേത്രം അടയ്ക്കും. അപ്പോൾ 10 മണി 11 മണിക്ക് മുമ്പ് ക്ഷേത്രവും അടയ്ക്കും. ഇനി 10 മണി 11 മണിക്ക് സമയത്തിന് എടുക്കാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ലഗ്നം വശക്കേടായിട്ട് വേണമെങ്കിൽ അതൊക്കെ കുഴപ്പം വരും. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയെടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അപ്പോഴങ്ങനെ വരുമ്പോൾ
ശുക്രനോ 4-ാം ഭാവം ശുദ്ധിയാണ്. ശുക്രനോ ശുഭഗ്രഹങ്ങളോ കേന്ദ്രത്തിൽ നിൽക്കുന്ന സമയം ദോഷങ്ങൾ നള്ളിഫൈ ചെയ്ത് പോകും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കബിളായിട്ട് ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. സർ ഇത് ചാവി വാങ്ങിക്കുന്ന സമയമാണോ അല്ല വണ്ടി ഓടിക്കുന്ന സമയമാണോ എന്തെന്നാണ് ഏത് എടുക്കുക? ചാവി വാങ്ങിയിട്ട് വണ്ടി ഓട്ടിച്ച് ക്ഷേത്രത്തിൽ വരുന്നത് വരെയുള്ള സമയം കൊടുക്കണം. ചാവി വാങ്ങുക, വാങ്ങിയ ഉടൻ നമ്മൾ വണ്ടിയിൽ കയറി, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരാളിനെ വിട്ട് നമ്മൾ ഓട്ടിക്കും. ഇടിച്ചിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂജ നടത്തുന്ന സമയം വരെയുള്ള സമയം നോക്കി കൊടുക്കണം. ചാവി വാങ്ങുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. എന്നിട്ട് വണ്ടിയിൽ കയറി കുറച്ചുകൂടി നമ്മൾ ഓട്ടിക്കണം. ഇത് രാവിലെ ഓർഡർ ചെയ്താൽ വൈകുന്നേരമൊക്കെ വണ്ടി കിട്ടുക, ചാവിയോ കിട്ടുക, സർവീസോ കഴിഞ്ഞിട്ട്? അതാണ് പറഞ്ഞത്, ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട് വരും. നമ്മൾ മുഹൂർത്തം കുറിച്ച് കൊടുക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. അനുഭവിച്ച് തീർത്തിട്ട് കിടക്കുകയാണ് നമ്മൾ. എത്രയോ വർഷം കൊണ്ട് ഇതിന്റെ പുറകെ കിടന്ന് ഓടിക്കൊണ്ട് കിടക്കുന്നതാണ്. ഏറ്റവും പ്രധാനം വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുന്നത്. എല്ലാം ശരിയായി വരുമ്പം പറയും പെണ്ണിന് മണ്ഡപത്തിൽ കയറാൻ പറ്റൂല എന്ന് പറയും. അവിടെ കിടക്കും. അത് അവിടെ നിന്ന് കുറിച്ചുകൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് പറയും പയ്യന്റെ ബന്ധുക്കൾ വരണം, പയ്യന് ലീവ് കിട്ടണം, പെണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ പിന്നെ അത് ആകെ കുഴപ്പമാണ്. പയ്യന്റെ അച്ഛന് അമ്മയ്ക്ക് എല്ലാം കൂടെ വരണം. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ തണുക്കും. ഈ ഭയങ്കര ദേഷ്യവും ചൂടും ഒക്കെ ഉള്ള ആൾക്കാര് തണുത്ത് ഐസ് പോലെയാവും. നമ്മളെ എല്ലാ ദേഷ്യവും, നമ്മുടെ എല്ലാ വികാരങ്ങളും, ഈ ദേഷ്യപ്പെടുന്നതും പിന്നെ ഭയങ്കരമായ തീക്ഷ്ണതയുള്ള ക്യാരക്ടർ ഉള്ള ആളുകളാണ് ജ്യോത്സ്യരെങ്കിൽ അതെല്ലാം മാറി നന്ന പാകത വരും. ക്ഷമയോടുകൂടി. ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ജ്യോത്സ്യർ എന്ന് പറയുമ്പോൾ അവര് ഭക്തിയോടുകൂടിയാണ് വരണത്. അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ശരി വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അതുപോലെ ചോറൂണിന് കൊടുക്കുന്ന മുഹൂർത്തം കുറിക്കുന്നത് ഇതും ക്ഷേത്രത്തിൽ വെച്ചേ ചെയ്യുള്ളൂ. ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചൊക്കെ ചെയ്യുന്നത് വളരെ കുറവ്. ഒന്ന് കുടുംബക്ഷേത്രമായിരിക്കും, അല്ലെങ്കിൽ പ്രസിദ്ധമായ ക്ഷേത്രമായിരിക്കും. അതുപോലെ ഇത് നമ്മൾ ചെയ്യുന്നത് ഒന്നുണ്ടല്ലോ, മുടി മുറിക്കുന്നതും അങ്ങനെ തന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയായിരിക്കും മുടി മുറിക്കുന്നത്. വിദ്യാരംഭം നടത്തുന്നതും ദേവീക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും വെച്ചായിരിക്കും. ഇതെല്ലാം ക്ഷേത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. മുടി മുറിക്കുന്ന നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ സമ്മതിക്കുമോ സാർ? അതിന് മുരുക ക്ഷേത്രങ്ങളുണ്ട്. മുരുക ക്ഷേത്രങ്ങളിലൊക്കെ പഴനി, മൂടെ കുമാരകോവിൽ എന്ന് പറഞ്ഞ കന്യാകുമാരി ജില്ലയിലെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ അതിന്റെ പ്രത്യേകതയുള്ള സ്ഥലമുണ്ട്. അങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അവിടെ പറ്റുള്ളൂ. അതൊക്കെ വീട്ടിൽ വെച്ച് പിള്ളേരെ നമ്മൾ ആരെങ്കിലും ഒരാളെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു ബാർബറെ വിളിച്ചിട്ട് അങ്ങ് ചെയ്യുന്നതാണ് നല്ലത്. അവർക്ക് നല്ലൊരു ദക്ഷിണയും കൊടുത്ത്, കൊച്ചിനെ വേണമെങ്കിൽ രാവിലെ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോയി കുളിച്ച് തൊഴുതിട്ട് വീട്ടിൽ വെച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇപ്പോൾ ക്ഷേത്രത്തിലായിപ്പോയി. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ ആരും ചോദിക്കാത്തതും എന്നാൽ പല സമയത്തും നമ്മളെടുത്ത് വന്നിട്ട് പോകുന്നതുമായ ഒരു വിഷയമുണ്ട്. ആരെങ്കിലും പറഞ്ഞു നോക്കണം. പൊരുത്തം നോക്കുന്നു. വിവാഹപ്പൊരുത്തം. അതല്ല, പെൺകുട്ടികളെ ഋതുമതിയാകുമ്പോൾ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ വരാറുണ്ട്. ആദ്യമായിട്ട് ഋതുമതിയാകുമ്പോൾ കുളിപ്പിക്കുന്ന വടക്കോട്ട് 5-ാം കുളി എന്ന് പറയും നമ്മുടെ വടക്കൻ കേരളത്തിൽ. മുൻപൊക്കെ 5-നാണ് അത് തണുപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും 5-ന് ആരും ചെയ്യൂല, 7-നും ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലെ 9-ഉം 11-ഉം ഒക്കെ ആയി. അതിന് 5-ന് ആയി കഴിഞ്ഞാൽ ശുദ്ധി വരൂല എന്ന് പറഞ്ഞിട്ട് പോറ്റിമാരാരും കുളിപ്പിക്കാൻ നിൽക്കില്ല. കുളിപ്പിക്കുന്നത് പോറ്റിമാരെ വിട്ടേ കുളിപ്പിക്കുള്ളൂ. നമ്മളെ
ഇവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു പോറ്റിയെ വിട്ട് കുളിപ്പിക്കുക അവരുടെ. അത് ഋതുമതിയായി 5-ന് പാടില്ല, 5-ന് ആരും തൊടൂല. 7 അത്ര നല്ലതല്ല, 9, 11, 7 എടുക്കാൻ കുഴപ്പമില്ല. 7 9 എടുത്ത് നല്ലൊരു തിഥിയും നക്ഷത്രവും ഒക്കെ നോക്കി നല്ലൊരു മുഹൂർത്തവും നോക്കി കൊടുക്കണം. അതൊന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. അവിടെ വരുമ്പോഴും ഒരു 11 മണിക്ക് ശേഷമുള്ള സമയമേ എടുക്കാൻ പറ്റുള്ളൂ. പോറ്റിമാര് ക്ഷേത്ര പൂജ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ, അതിനു മുമ്പേ ആരും വരാറില്ല. അവിടെയും നമുക്ക് ബുദ്ധിമുട്ട് വരും. നമ്മൾ നല്ല ലഗ്നമൊക്കെ കണക്കാക്കി കേന്ദ്രത്തിൽ ശുഭന് നിൽക്കുക, എല്ലാം കണക്കാക്കി കൊടുക്കുമ്പോഴും ഉടൻ അവർ പറയും അത് പോറ്റിയെ കിട്ടൂല, പോറ്റി 11 മണിക്ക് കഴിഞ്ഞ് പൂജ കഴിഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇതിലേക്ക് വേണ്ടി ഓടി വരാൻ പറ്റുമോ? അതുമ്പോൾ ഈ കർമ്മം കഴിഞ്ഞതിന് ശേഷം പിന്നെ കോവിലൊന്നും അവർ കയറൂല. അതിന് 7 9 അല്ലെങ്കിൽ 11 ആയാലും കുഴപ്പമില്ല. 7 9 11 നല്ലൊരു മുഹൂർത്തം നോക്കി അങ്ങ് കൊടുത്താൽ മതി. ശുഭഗ്രഹങ്ങൾ കേന്ദ്രത്തിൽ നിൽക്കുന്ന നല്ലൊരു രാശി എടുത്ത് ഈശ്വരാനുഗ്രഹമൊക്കെ ഒരു രാശി എടുത്ത് അങ്ങ് കൊടുത്താൽ മതി. കുട്ടിയുടെ 3, 5, 7 നക്ഷത്രവും വർജിച്ച് അഷ്ടമരാശി പൂർവ്വം ഒക്കെ വർജിച്ച് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരുപാട് വരും. ഇനി നമ്മൾ പഠിക്കാത്തത് ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയണം. ക്ഷേത്രപ്രതിഷ്ഠ ഉണ്ട് സാർ. ക്ഷേത്രപ്രതിഷ്ഠ പഠിച്ചില്ലേ? ഇല്ല, എടുത്തിട്ടില്ല. അത് അടുത്ത ക്ലാസ്സിലാവട്ടെ. അയ്യോ, അല്ലെങ്കിൽ ഞാൻ അത് എടുക്കുമായിരുന്നു. ക്ഷേത്രപ്രതിഷ്ഠ വളരെ അത്യാവശ്യമാണ്. സർ ജാതക പൊരുത്തത്തിന്റെ ഉണ്ടാവില്ലേ? ജാതകപ്പൊരുത്തമൊക്കെ അല്ലാതെ പഠിച്ചാലേ പറ്റില്ല, ഈ ഗ്രൂപ്പിൽ പറ്റില്ല. അതൊരു വല്ലാത്ത വിഷയമാണ്. അത് ഒരു ബാച്ചിൽ പഠിച്ചാൽ തീരില്ല. ഒരു വല്ലാത്ത വിഷയമാണത്. ഇവിടെ പഠിക്കുന്നത് പൊരുത്തം എന്ന് പറഞ്ഞാൽ താലിപ്പൊരുത്തം, വേദപ്പൊരുത്തം, മഹേന്ദ്ര, ശ്രീദീർഘം, രാശി, രാശാധിപൻ, വശ്യം, ഗണം, തീർന്നു. പാപസാമ്യം എണ്ണുക, പിന്നെ ദശാസന്ധി നോക്കുക, തീർന്നു. ഇത്രയും. ഇതല്ല പൊരുത്തം. അതിന്റെ ക്ലാസ് വേറെ ഉണ്ട് സർ? ക്ലാസ് വേറെ ഉണ്ട്. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലേ പറ്റുള്ളൂ. നമ്മളിപ്പം ഒരു ചെറിയൊരു നല്ല നീറ്റായിട്ട് പൊരുത്തം മാത്രം ഒരു ക്ലാസ് ആയിട്ട് ഇടണം, ഒരു ബാച്ചായിട്ട് ഇട്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ. 7-ാം പാവം എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നാ പഠിക്കാം. പക്ഷെ അതിന് പഠിക്കാൻ വരുന്നവർ താല്പര്യമുള്ളവരായിരിക്കണം. കട്ടിയായിരിക്കും ഒത്തിരി. പറഞ്ഞു തരുന്ന കാര്യം ഞാൻ എവിടെ കിടക്കുന്നു എന്നും പറഞ്ഞു തരാം, സിമ്പിളായിട്ട് നോട്ടും തരാം, പറഞ്ഞും തരാം. ഒരിക്കൽ പറയുന്നതിന് വരെ 4 പ്രാവശ്യം പറയണമെങ്കിലും റെഡി. നിങ്ങൾ പഠിച്ചോണ്ടാ മതി. ഇന്നത്തേക്ക് അടുത്ത ക്ലാസ്സിൽ വാങ്ങിക്കുക, വീട് വാടകയ്ക്ക് എടുക്കുക, അതെല്ലാം ഇതേ കണക്ക് തന്നെ. 4-ാം ഭാവം വീടുമായിട്ട് ബന്ധപ്പെട്ടത് നോക്കിക്കൊണ്ട് നമ്മൾ വീട് ഗൃഹപ്രവേശമില്ലേ, അത് കണക്കാക്കി എടുത്തോണ്ട് അതൊക്കെ അങ്ങനെ തന്നെ. ഗൃഹപ്രവേശം നവരാത്രി ആരംഭിക്കുന്നത് എന്നാണ് സാറേ? ഏത് ഇപ്രാവശ്യം നവരാത്രി ആരംഭിക്കുന്നത്, നവരാത്രി തുടങ്ങുന്നത്? നവരാത്രി നമ്മൾ ഒരിക്കൽ നോക്കി. അത് തുലാം രാശിയിലാണ് വരാറുള്ളത്. അത് പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേ സമയം തന്നെ നമ്മൾ എടുക്കാറുള്ളത്. നമ്മൾ ഒരിക്കൽ ഇവിടെ ചർച്ച ചെയ്തല്ല, ഈ ക്ലാസ്സിലെ ചർച്ച ചെയ്തല്ല. അത് ഞാൻ എല്ലാവരും ആ ക്ലാസ് വിദ്യാരംഭത്തിൽ ഭംഗിയായിട്ട് ചർച്ച ചെയ്തു. 2-3 വർഷമുള്ള നവരാത്രി വിദ്യാരംഭത്തിനെയൊക്കെ നമ്മൾ നോക്കി, ഭംഗിയാ നോക്കി. പിന്നെ നമ്മളെ സൈറ്റിൽ കാണുക, അതിൻ്റെ വീഡിയോ കാണും, നോക്കിക്കൊണ്ടായിരുന്നു. ഈ വസ്തു വാങ്ങുന്നതുണ്ടല്ലോ, പുരയിടങ്ങൾ, വസ്തു, അതിന് മുഹൂർത്തം, അതിന് രജിസ്ട്രേഷൻ അതും പറഞ്ഞ ഒരു കഥയാണ്. രജിസ്ട്രേഷനെ സംബന്ധിച്ച് വരുന്നത് ഇതൊക്കെ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് കൊണ്ട്
നമുക്കറിയാം. നമ്മൾ മുഹൂർത്തോടത്ത് കൊടുത്താലൊന്നും നടക്കൂല. ഉച്ചയ്ക്ക് ശേഷമേ രജിസ്ട്രേഷൻ നടക്കുള്ളൂ. രാവിലെ ഇവർ കൊണ്ട് എഴുത്തുകാർ കൊണ്ട് പ്രമാണവും അവരെ നക്കലും എഴുതി എല്ലാം അവിടെ വിട്ട് വായിപ്പിച്ച് അതൊരു നക്കലെഴുതി വായിപ്പിച്ചിട്ട് ഒരു തെറ്റുമില്ലാതെ പ്രമാണത്തിന് എഴുതി കൊടുത്ത് ഉച്ചയ്ക്ക് ശേഷം 3 മണി 4 മണി സമയത്തിന് രജിസ്റ്റർ സബ് രജിസ്ട്രാർ വിളിച്ച് നമ്മൾ മുദ്രയൊക്കെ പതിച്ച് ഒപ്പം ഇട്ടിട്ട് വിടും. പിന്നെ നമുക്ക് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാന്നുള്ളത് നക്ഷത്രമൊക്കെ നോക്കാന്നുള്ളതേ ഉള്ളൂ. നക്ഷത്രം തിരിയൊക്കെ നോക്കി പറക്കി കൊടുക്കാം. മുഹൂർത്ത ലഗ്നം എടുക്കാൻ രജിസ്ട്രേഷന്റെ സമയം എടുക്കാൻ പറ്റില്ല. അത് തീരുമാനിക്കുന്നത് രജിസ്ട്രാറാണ് തീരുമാനിക്കുന്നത്. ഈവൻ എഴുത്തുകാരൻ വരെ പറ്റൂല. സമയമായി മതി. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നോക്കി വെച്ചിരുന്ന അടുത്ത ക്ലാസ്സിൽ പ്രതിഷ്ഠ ആദ്യം പ്രതിഷ്ഠ നോക്കിയിട്ട് സമയം ഒരുപാടായി. ഓക്കെ സാർ.